എനിക്ക് തോന്നുന്നു ഇപ്പം 25 പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. സംശയങ്ങൾ ചോദിക്കാം. ഞാൻ CHNന്റെ മൊഡ്യൂൾ 2 ഒരു ട്രയൽ ബേസിസിൽ ഒന്ന് റിവ്യൂ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കി എല്ലാ യൂണിറ്റിന്റെ നോട്ട്സും ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യനും തരാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ വേറെ ബുക്കുകളൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഈ നോട്ട്സിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി തന്നെ ചോദിച്ചാൽ മതി. ഒരുപാട് ടൈം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട്സ് ആണ്. ഒന്നാമത് അതുകൊണ്ട് തന്നെ ഓക്കെ, അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും സാധാരണ പറയുന്നത് പോലെ തന്നെ യാതൊരു കാരണവശാലും നിങ്ങളിതൊന്നും കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട. മെജോറിറ്റി കാര്യങ്ങൾ നെറ്റിൽ നിന്ന് തന്നെ എടുത്തതാണ്. വാക്കുകളൊന്നും അതേപോലെ തന്നെ എഴുതാനായിട്ടൊരു ശ്രമം നടത്താൻ വേണ്ട. എന്നിരുന്നാലും എല്ലാത്തിൻ്റെയും അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുമുണ്ട്. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് സിലബസ് പ്രകാരം തന്നെ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്, ഞാൻ സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം സിലബസും ജസ്റ്റ് കാണാം, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് യൂണിറ്റിൽ 1, 2, 3, 4, 5, 6 up to 16 കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ PDF കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഫസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഡിഫറെന്റ് മദർ ബോർഡ് ഫോം ഫാക്ടേഴ്സ്. പല ആവർത്തി നമ്മൾ സീരീസ് ടെസ്റ്റുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അത് കാരണം അതിനകത്തൊരു കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഈ നോട്ടിൽ ചില സ്ഥലങ്ങളിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇൻഫർമേഷന് വേണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സബ്ജക്റ്റ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരീക്ഷ പാസ്സാവുക എന്നുള്ളൊരു ഉദ്ദേശമല്ല നമുക്കുള്ളത്. പരീക്ഷ പാസ്സാകാനായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ട്രബിൾ ഷൂട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാനോ ഒക്കെ പറ്റണം. ഇപ്പൊ എന്തായാലും ഫോം ഫാക്ടർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വിട്ടൊരു ക്വസ്റ്റ്യൻ സാധാരണ ഉണ്ടാവാറുമില്ല. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡയമെൻഷൻ ഓഫ് മദർ ബോർഡ്, മദർ ബോർഡിന്റെ സൈസ്. ഞാൻ നേരത്തെ പല ആവർത്തി നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്, ലാബുകളിൽ കണ്ടു. അത് മാത്രമല്ല, നമ്മുടെ ആസിഫ് PM-ന്റെ ബാച്ചൊക്കെ പ്രോജക്റ്റ് വർക്ക് ചെയ്തപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മദർ ബോർഡ് അത് ഡെല്ലിന്റെ സിസ്റ്റത്തിൽ പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഫിക്സ് ആകുന്നത് നിങ്ങൾ കണ്ടു. ഈവൻ ഹോൾ ടു ഹോൾ ഡയമെൻഷൻസ് വരെ കറക്റ്റ് ആയിരുന്നു. അതാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് വെച്ചാൽ ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് സാധാരണ എഴുതുപോലെ ഫോം ഫാക്ടർ ഈസ് സ്പെസിഫിക്കേഷൻ ഓഫ് മദർ ബോർഡ്, ഡയമെൻഷൻ, പവർ സപ്ലൈ, ലൊക്കേഷൻ ഓഫ് മൗണ്ടിംഗ് ഹോൾസ്, നമ്പർ ഓഫ് പോർട്സ് ഇൻ ദ ബാക്ക് പാനൽ. ബാക്ക് പാനലിലെ നമ്പർ ഓഫ് പോർട്ടുകളും ഉണ്ട്. അത് മദർ ബോർഡ് വാങ്ങിച്ചപ്പോൾ നിങ്ങൾ കണ്ടതാ. എന്നാലും ഒരു ഇൻഫർമേഷൻ സേക്കിന് ഞാൻ തൊട്ട് താഴെ കുറച്ച് ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മദർ ബോർഡിൽ ബേസിക്കലി കാണുന്നത് CPU സോക്കറ്റ് കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ റാമിന്റെ സ്ലോട്ട്സ് കാണാം, ATX പവർ സപ്ലൈയുടെ സോക്കറ്റ് കാണാം, ID കണക്ടറുകൾ കാണാം. ഈ ID കണക്ടർ ഒന്നും ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇല്ല. ഇപ്പോഴത്തെ സിസ്റ്റത്തിലൊക്കെ SATA കണക്ടേഴ്സ് ആണ്. അതേപോലെ നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ് കാണാം. ID ഇപ്പൊ ഇല്ല. ഞാൻ അതിനകത്ത് SATA ഉൾപ്പെടുത്തിയിട്ടുമില്ല. കാരണം ഇത് നെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത സമയത്ത് ആ SATA അതിനകത്ത് കണ്ടില്ല, കാരണം ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. അതേപോലെ AGP അഡ്വാൻസ് ഗ്രാഫിക് പോർട്ടുകൾ കാണാം, PCI സ്ലോട്ടുകൾ കാണാം, CMOS ബാറ്ററി കാണാം, പിന്നെ USB കീബോർഡ്, മൗസ് ഇതുപോലുള്ള കണക്ടറുകളൊക്കെ കാണാം. അപ്പോൾ ഒരു മദർ ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ PCI സ്ലോട്ട് വെള്ള കളറിൽ കാണുന്ന സ്ലോട്ട്, ഇവിടെ CMOS ബാറ്ററി ബാക്കപ്പിന്റെ ഒരു ചെറിയ ബാറ്ററി കാണുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലൊക്കെ കമ്പ്യൂട്ടറുകളിൽ പ്രത്യേകിച്ച് ടൈം തെറ്റുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസർ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. കാരണം വെച്ചാൽ ഇതെല്ലാം ടൈമുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള കേസിലൊക്കെ നിങ്ങൾ ഈ ബാറ്ററി എടുത്ത് ചെക്ക് ചെയ്യാം. ബാറ്ററി 3 വോൾട്ടിന്റെ ബാറ്ററി,
റീപ്ലേസ് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഷോപ്പുകളിലോ വാച്ച് കടകളിലൊക്കെ കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് യു ക്യാൻ സീ ഹീറ്റ് സിങ്ക്. ഇതാണ് CPU സോക്കറ്റ്. CPU സോക്കറ്റ് കാണുന്നുണ്ട്, മെമ്മറി സോക്കറ്റുകൾ കാണുന്നുണ്ട്, പവർ സപ്ലൈ സോക്കറ്റുകൾ കാണുന്നുണ്ട്, ID സോക്കറ്റ്. അത് സാട്ടയില്ല. അത് കൂടാതെ തന്നെ നോർത്ത് ബ്രിഡ്ജ്, അത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യമാണ്. സൗത്ത് ബ്രിഡ്ജ്, അതേപോലെ തന്നെ ഇതൊക്കെ മൗണ്ട് ചെയ്യാനുള്ള പോയിന്റുകൾ കാണാം, ഹോൾസ്. പിന്നെ ബാക്ക് സാൻഡിലെ പാനലുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PS2 സീരിയൽ പോർട്ട്, ഇത് പാരൽ പോർട്ട് കാണാം. അതേപോലെ തന്നെ USB പോർട്ടുകൾ, പെരിഫറൽസ് ബാക്കിയെല്ലാം കാണാം. ഞാനിതിപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ CHN എക്സാമിനേഷന് ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു മദർ ബോർഡ് എടുത്ത് തന്നിട്ട് ആ ബ്ലോക്കിൽ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം മാർക്ക് ചെയ്യാനായിട്ട് പറയും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത സാധനങ്ങൾ മാത്രമല്ല, ഞാൻ പല ആവർത്തി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അത് ചിപ്പുകൾ തന്നെ, ഈതർനെറ്റിന്റെ ചിപ്പുകളുണ്ട്, ഓഡിയോയുടെ ചിപ്പുകളുണ്ട്, അതേപോലെ പലതരം ചിപ്പുകൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതുപോലെ ബാക്ക് പാനൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറുകൾ. അപ്പോൾ ഇത് ഒരു ലാബ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കുറച്ച് കപ്പാസിറ്ററുകളും ഒക്കെ ഇവിടെ കാണാം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു മദർ ബോർഡ്. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദർ ബോർഡ്. എന്നാലും പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ ടൈപ്പ് ഫോം ഫാക്ടറുകൾ ഉണ്ടെന്നൊരു ചോദ്യം ചോദിക്കാം. അതിലൊരു 4-5 എന്തായാലും പഠിച്ചിരിക്കണം. സ്റ്റാൻഡേർഡ് ATX, മിനി ATX, മൈക്രോ ATX, ഫ്ലെക്സ് ATX, മിനി ITX, നാനോ ITX, പിക്കോ ITX. ഇതിൽ ATX എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റൻഡഡ്, ITX എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി എക്സ്റ്റൻഡഡ്, ചെറിയ സൈസ് മദർ ബോർഡുകൾ. അപ്പോൾ ഇതിലെന്തായാലും ചോദിക്കും ഒരു ലിസ്റ്റ് എനി 3 മദർ ബോർഡ് ഫോം ഫാക്ടർ. ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് മദർ ബോർഡ് ഫോം ഫാക്ടർ ആൻഡ് ലിസ്റ്റ് എനി 4 എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ കുറച്ച് ഫോം ഫാക്ടറുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ATX, നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇത്തിരി വലിപ്പം കൂടിയ ATX. മൈക്രോ ATX നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൈസ് കുറവാണ്. മിനി ITX, മൈക്രോ ATX ആണ് നമ്മൾ ആ ഡെല്ലിന്റെ സിസ്റ്റത്തിൽ ഇപ്പം റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ബോർഡ്. മിനി ITX ഒരുപക്ഷെ തീരെ ചെറിയ കമ്പ്യൂട്ടറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന മദർ ബോർഡ്. പിന്നെ നാനോ ഉണ്ട്, പിക്കോ ഉണ്ട്. ഇതൊന്നും അത്ര ഫെമിലർ ആയിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിലും ചിലപ്പോൾ പുതിയ സിസ്റ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഡെല്ലിന്റെ ഒക്കെ പുതിയ സിസ്റ്റംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീരെ വലിപ്പം കുറവാണ്. അപ്പൊ അത്തരം സിസ്റ്റംസിലൊക്കെ ഒരുപക്ഷെ ഈ ഒരു ഫോം ഫാക്ടർ, എന്തായാലും ഫോം ഫാക്ടർ സ്റ്റാൻഡേർഡാണ്. എല്ലാണെങ്കിലും ശരി, വേറെ ഏതാണെങ്കിലും ശരി, ഫോം ഫാക്ടർ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ നേരത്തെ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ. എന്തായാലും ഇത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 to 6 മാർക്സ്. സ്റ്റേറ്റ് ഡിഫറെന്റ് ഫോം ഫാക്ടർ. അപ്പൊ ഇത്ര എഴുതിയാൽ മതി. അത് കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത ടോപ്പിക്കിൽ, ഇത് ഞാൻ സ്പീഡിൽ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് റിക്കളക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കവർ ചെയ്യാത്ത കുറച്ച് ടോപ്പിക്കുകളുണ്ട് ഇമ്പോർട്ടന്റ്. അതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് പറയാം. അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യം, ഈ ചോദ്യം വിട്ടിട്ടൊരു പരീക്ഷ ഉണ്ടാവാറില്ല. എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ATX മദർ ബോർഡ്. അപ്പൊ ATX മദർ ബോർഡിന്റെ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. കുറച്ചൊന്ന് ചെറുതാക്കി. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് വാച്ച് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ CPU നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടറിന്റെ പ്രോസസർ തന്നെ. ഇപ്പൊ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പലരും വാങ്ങിക്കുന്നുണ്ടാവും. ഇപ്പൊ AMDയുടെ പ്രോസസ്സറുകളും അതല്ലെങ്കിൽ ഇന്റലിന്റെ പ്രോസസർ i9 വരെയുള്ള പ്രോസസ്സറുകളുണ്ട്. അത് ആണ് ഇവിടെ CPU എന്ന് കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു ക്ലോക്ക് ചിപ്പ് ഉണ്ട്. നമ്മൾ മൈക്രോ കൺട്രോളറിലൊക്കെ ക്ലോക്ക് ഒരു ക്രിസ്റ്റൽ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ക്രിസ്റ്റൽ കണക്ട് ചെയ്ത് ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കൂടാതെ അതിനകത്തൊരു ചിപ്പും കൂടെ ഉണ്ട്. ആ ചിപ്പ് ക്ലോക്ക് നേരിട്ട് സപ്ലൈ ചെയ്യാം. അപ്പൊ മദർ ബോർഡ് എടുത്തൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിപ്പൊക്കെ കാണാൻ പറ്റും. അത് നേരെ പോകുന്നത് നോർത്ത് ബ്രിഡ്ജിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബസ്, ഫ്രണ്ട് സൈഡ് ബസ് എന്നാ പറയുന്നത്. ഫ്രണ്ട് സൈഡ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ബ്രിഡ്ജും നേരിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. എനിക്കൊന്ന് ആരുടെ ഓഡിയോ ഓൺ ആണ്, അത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ആരുടെ ഓഡിയോ ആണോ ഓഫ് ഓൺ ആണെന്ന് പറയാം. ഒരു മിനിറ്റ്, അഡ്മിറ്റോ 2-3 പേരും കൂടെ ലൈനിൽ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓഡിയോ എല്ലാവരും ഓഫ് ആണല്ലോ, പിന്നെ എന്താണ് ഡിസ്റ്റർബൻസ് വരുന്നത്? ഓക്കെ, നോ പ്രോബ്ലം. ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ് സൂം കേട്ടോ. വളരെ പോപ്പുലർ ആയിട്ട് ഇപ്പൊ അക്കാഡമിക് കമ്മ്യൂണിറ്റിയും എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇത് ഫെമിലറൈസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് കാണിച്ചല്ലോ. ഈ മദർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ഇവിടെ കണ്ടില്ലേ, ആ മെറ്റാലിക് വലിയ ഹീറ്റ് സിങ്ക് ഉള്ള ആ ചിപ്പിനെയാണ് ഇത് ചിപ്പ് സെറ്റ് എന്നാ പറയാ. കാരണം പ്രോസസ്സർ മാത്രം കൊണ്ട് വർക്ക് ചെയ്യില്ല. ഈ പ്രോസസ്സറിനെ മറ്റു കോമ്പണൻസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന
ലിങ്ക് ചെയ്യുന്ന ഒരു മിനിറ്റ് ഓക്കെ, ലിങ്ക് ചെയ്യുന്ന ചിപ്പാണ് ചിപ്പ് സെറ്റ്. അത് നോർത്ത് ബ്രിഡ്ജും ഉണ്ട്, സൗത്ത് ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. പാലാരിവട്ടം പാലം പോലുള്ള പാലമല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ബ്രിഡ്ജ് ഈസ് ഡയറക്ട്ലി കണക്ടഡ് ടു CPU ത്രൂ ഫ്രണ്ട് സൈഡ് ബസ്. അപ്പൊ CPU-ൽ നിന്നുള്ള നേരിട്ടാണ് ഈ ബസ് പോകുന്നത്. അതിനർത്ഥം എന്താ? ഇത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള സാധനങ്ങളാണ് നോർത്ത് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടക്കേണ്ട രീതിയിലുള്ള സാധനങ്ങൾ. അതാണ് ഈ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഒരു പ്രത്യേകത. ഈ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുന്ന ചുമ്മാ 2 വര വരച്ച് വെക്കുക എന്നുള്ളതല്ല. അപ്പൊ CPU ഈസ് ഡയറക്ട്ലി കണക്ടഡ് ടു നോർത്ത് ബ്രിഡ്ജ് ത്രൂ എ ഡയറക്റ്റ് ബസ്, ഫ്രണ്ട് സൈഡ് ബസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ നോർത്ത് ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിരിക്കുന്നത്? യു ക്യാൻ ഫൈൻഡ് മെമ്മറി സ്ലോട്ട്സ് ഹിയർ. മെമ്മറി സ്ലോട്ട്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, മെമ്മറി ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 8 GB ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇത് SSD ഇവിടെ വരുന്നില്ല കേട്ടോ, ഹാർഡ് ഡിസ്ക് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഞാൻ സെമി കണ്ടക്ടർ മെമ്മറിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത് ഒള്ളി റാം, SD റാം അല്ലെങ്കിൽ DDR എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കൂടാതെ ഒന്ന് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് AGP ആണ്, അഡ്വാൻസ് ഗ്രാഫിക് പോർട്ട്. അത് നേരിട്ട് കണക്ട് ചെയ്താണ്. ഇതല്ല ഏറ്റവും പ്രയോറിറ്റി, കാരണം മെമ്മറിയിൽ നിന്നാണല്ലോ നേരിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നേരിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ പ്രോസറിലേക്ക് നടക്കേണ്ടത്. അപ്പൊ അത് കാരണമാണ് ഫ്രണ്ട് സൈഡ് ബസ്. പിന്നെ വരികയാണെങ്കിൽ സൗത്ത് ബ്രിഡ്ജ്. ഈ സൗത്ത് ബ്രിഡ്ജ് നോർത്ത് ബ്രിഡ്ജുമായിട്ടാണ് കണക്റ്റഡ് ത്രൂ ഇന്റേണൽ ബസ്, ഫ്രണ്ട് സൈഡ് ബസ് അല്ല. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പൊ സൗത്ത് ബ്രിഡ്ജ് നിന്നൊരു കമ്മ്യൂണിക്കേഷൻ CPU-ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി റൂട്ടഡ് ത്രൂ നോർത്ത് ബ്രിഡ്ജ്. അപ്പോൾ അതിന്റെ പ്രയോറിറ്റി അത്ര കുറവാണ്. കാരണം വെച്ചാൽ ബിക്കോസ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ സംസാരിക്കുകയാണ്, ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ ഓക്കെ യു ക്യാൻ ഡു ഇറ്റ് വെരി ഫാസ്റ്റ്. പക്ഷെ ഞാനിപ്പോൾ അബ്ദുൽ ഹലീമിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ അഭിലാഷിന്റെ അടുത്ത് പറഞ്ഞു, ദെൻ അബ്ദുൽ ഹലീമിന്റെ അടുത്ത് അഭിലാഷ് പറയുന്നു. അപ്പം നാച്ചുറലി വാട്ട് വിൽ ഹാപ്പൻ? സ്ലോ ആകും ഇല്ലേ, കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഡിലൈഡ്. അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഇതിനകത്തുള്ള ഡിവൈസസ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതുള്ളത്. കാരണം ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു CPU, whereas സൗത്ത് ബ്രിഡ്ജ് ഇറ്റ്സ് നോട്ട് ഷെയറിംഗ് ദി ഡയറക്റ്റ് ബസ്, ബട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു CPU ത്രൂ നോർത്ത് ബ്രിഡ്ജ് ത്രൂ എ ബസ് കോൾഡ് ഇന്റേണൽ ബസ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി PCI സ്ലോട്ട്സ്. എന്താണ് PCI സ്ലോട്ട്സ്? നിങ്ങളിപ്പം അതിന്റെ പിക്ചർ നോക്കി, ഇതൊക്കെ ആഡ് ഓൺ കാർഡുകൾ ആഡ് ചെയ്യാനുള്ള സ്ലോട്ടുകളാണ്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാർഡുകൾ, ഇതിപ്പോ ഇപ്പോഴത്തെ സിസ്റ്റത്തിലൊക്കെ ഇതിന്റെയൊക്കെ എണ്ണം ഇത്രയൊന്നും ഉണ്ടാവില്ല, കാരണം ഇത്രയൊന്നും എണ്ണത്തിന്റെ ആവശ്യമില്ല. കാരണം മിക്കവാറും എല്ലാ ബോർഡുകളിൽ ഇന്റഗ്രേറ്റഡ് ആണ്. ഈവൻ ബ്ലൂടൂത്ത് വരെ ഇപ്പോഴത്തെ മദർ ബോർഡുകൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ലാപ്ടോപ്പുകളിലൊക്കെ പ്രത്യേകിച്ച്. അല്ലെങ്കിൽ ഇപ്പം ഹയർ എൻഡ് സിസ്റ്റങ്ങളിലൊക്കെ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ വൈഫൈ ഒക്കെ എല്ലാം ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് മിക്ക സിസ്റ്റങ്ങളിലും. അസംബിൾഡ് സിസ്റ്റത്തിലൊന്നും സാധാരണ കാണാറില്ല, ബ്രാൻഡഡ് സിസ്റ്റത്തിലൊക്കെ വൈഫൈ എല്ലാം ബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സൗത്ത് ബ്രിഡ്ജിൽ you have PCI slot as well as onboard graphics. അപ്പൊ നാച്ചുറലി നിങ്ങൾക്ക് ഒരു സംശയം വരും, വാട്ട് ഈസ് ദിസ് വൺ ആൻഡ് ദിസ് വൺ? ഓൺബോർഡ് ഗ്രാഫിക്സ് പറയുന്നുണ്ട്, AGP പറയുന്നുണ്ട്. ഓൺബോർഡ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് കാർഡിൽ തന്നെ വരുന്നതിനെയാണ് ഓൺബോർഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. AGP എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഗെയിമിംഗ് PC ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പം സിസ്റ്റത്തിന്റെ സ്പീഡോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ പാരാമീറ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് തികയാതെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ കാർഡുകൾ ഇടാം. AGP ഒന്നും ഇപ്പോൾ ഇല്ല, ഇപ്പൊ വരുന്ന ആഡ് ഓൺ കാർഡുകളെല്ലാം PCI Express ആണ്. ഈ ആഡ് ഓൺ കാർഡുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞതാ, അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസർ ഉണ്ട്. അപ്പൊ നാച്ചുറലി എന്ത് പറ്റും, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ ഗെയിമിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസറുകൾ ഉണ്ടെങ്കിലല്ലേ പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അഡ്വാൻസ് ഗ്രാഫിക് യൂസേഴ്സ്, ഇപ്പം മൂവീസ് ഒക്കെ ഉണ്ടാക്കുന്നവരോ, ഇപ്പൊ മൂവീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് iMac പോലുള്ള കമ്പ്യൂട്ടറുകളാണ്. കാരണം അതിന്റെയൊക്കെ ഗ്രാഫിക് പെർഫോമൻസ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ടാകാം ഒരുപക്ഷെ സൗണ്ട്, ഓഡിയോ, ഇത്തരം പ്രോസസ്സിങ്ങിന് എല്ലാം യൂസ് ചെയ്യുന്നത് കൂടുതലും Mac കമ്പ്യൂട്ടേഴ്സ് ആണ്. എന്താണെന്ന് അറിയില്ല അതിന്റെ ഒരു. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ബ്രിഡ്ജിൽ തന്നെയാണ് അതിന്റെ IDE, SATA, USB, Ethernet ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സൗത്ത് ബ്രിഡ്ജിലാണ്. IDE ഇപ്പൊ ഇല്ല. SATA എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ CD ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യുന്നതാണ് SATA. USB ഇപ്പൊ 3 ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഈതർനെറ്റ്, ഇതെല്ലാം നേരിട്ട് സൗത്ത് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ പിൻ കൗണ്ട് ബസ് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ബസ് താഴേക്ക് വരുന്തോറും അത് ഡിറ്റീരിയേറ്റ് ചെയ്ത് വരികയാണ്. ലോ പിൻ കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് തൊട്ട് താഴെയുള്ള അക്സസറീസ് അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കോമ്പണൻസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര വോളിയം അഡ്രസ് ആവശ്യമില്ല.
ബയോസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സൂപ്പർ IO ഒക്കെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിലും ഇതൊന്നും ഇപ്പൊ യൂസ് ചെയ്യാറില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ PS2 കീബോർഡോ മൗസോ ഇതൊന്നും ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യാറില്ല. എന്നാലും ഉണ്ട്. സീരിയൽ പോർട്ട് വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. പാരലൽ പോർട്ട് എന്ന് വെച്ചാൽ പണ്ടൊക്കെ പ്രിന്റർ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന പോർട്ടുകളാണ്. അതൊന്നും ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ കാണാറില്ല. അങ്ങനെ സൂപ്പർ IO എന്ന് പറയുന്ന ചിപ്പാണ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മദർ ബോർഡിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഈസ് ടോട്ടലി ഇൻക്ലൂഡഡ് ഇൻ ദിസ് ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് കവേർഡ്. ചിപ്പ് വൈസ് ആയിട്ടും കവർ ചെയ്യുന്നില്ല. മേജർ ചിപ്പ് ദാറ്റ് ഈസ് കവേർഡ് ഇസ് നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്. ആൻഡ് യു ഹാവ് ബയസ് വിൽ ബി കമ്മിങ് ഇൻ ഡീറ്റെയിൽസ് അബൌട്ട് ബയസ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. എനിവേ ഞാൻ ഇതില് ഇൻഡിവിജ്വൽ എക്സ്പ്ലനേഷനും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നും എഴുതി വെക്കണ്ട. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CPU സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഫോർ കമ്പ്യൂട്ടർ, AMD ആൻഡ് പോപ്പുലർ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ക്ലോക്ക്, ദീസ് ആർ എക്സ്റ്റേണൽ ക്ലോക്ക് ചിപ്പ് പ്രൊവൈഡ് ക്ലോക്ക്. ഇന്റൽ i9 പ്രോസസറുകൾക്ക് 5 GHz വർക്ക് ചെയ്യുന്നത്. ജനറൽ ഇൻഫർമേഷൻ ഇതൊന്നും അങ്ങനെ കാണാൻ പഠിക്കാൻ ശ്രമിക്കണ്ട. ഞാനിപ്പോ ഇത്ര എഴുതുമ്പോൾ തന്നെ എനിക്കൊരു ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം കാണാൻ പഠിക്കാൻ ശ്രമിക്കുന്നുള്ള. നോർത്ത് ബ്രിഡ്ജ് is one of the 2 chipsets of the computer. North bridge is connected to device directly to CPU via front bus. എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. Responsible for high data performance. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പഠിക്കാൻ ശ്രമിക്കേണ്ട. ജസ്റ്റ് ഓൺലി ഫോർ ഇൻഫർമേഷൻ സേക്ക്. ഓക്കെ, നൗ യു ഹാവ് സൗത്ത് ബ്രിഡ്ജിൽ പറയുന്നത് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ, ബയോസ്. ഈ ബയോസ് പാർട്ട് എയിൽ 2 മാർക്കായിട്ട് ചോദിക്കുക. വാട്ട് ഈസ് ബയസ്? എന്താണ് ബയസ്? ഇപ്പൊ നിങ്ങൾ മദർ ബോർഡൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിപ്പ് മദർ ബോർഡിൽ കാണാം. ഇങ്ങനെ ലേബലൊന്നും ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. എന്നാലും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബയസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് എന്താണ്? ബൈനറി ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇത് ഒരു കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത്, ഓൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന് എക്സാമ്പിൾ ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് നമുക്ക് ആകെ ഒന്നും അറിയില്ല. ആകെ എന്താ അറിയാ? കരയാനേ അറിയുള്ളൂ. അതേപോലെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് വിൻഡോസ് ഒന്നോ അതിന് CD എന്തോ അതുണ്ടോ ഇതൊന്നും ഇതിനെ അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ പീസ് ഓഫ് പ്രോഗ്രാം അത് റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ബയസ് എന്ന് പറയുന്നത്. ഓൺ ചെയ്യുന്ന സമയത്ത് ബയസിലുള്ള പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട്. വാട്ട് ഈസ് ബയസ് എന്ന് ചോദിച്ചാൽ, ബയസ് ഈസ് the program on a personal computer which uses to get the computer system started off once you turn it on. It also manages data flow between the computer operating system and attached devices such as hard disk, video adapter, keyboard, mouse and printer. അപ്പോൾ ഇത് ബേസിക്കലി ബയസ് എന്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സ്ക്വയർ പ്രോമിലാണ് ബയസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് അവസാനം പാർട്ട് സ്ക്വയർ പ്രോമിൽ ബയസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേംവെയർ എന്ന് പറയും. ഫേംവെയർ എന്ന് പറയും കേട്ടോ. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളിൽ ഈ ഫേംവെയർ അപ്ഡേഷൻ നടക്കും കേട്ടോ. നിങ്ങൾക്ക് മൊബൈലിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. മൊബൈൽ കംസ് വിത്ത് എ സോഫ്റ്റ്വെയർ, മേ ബി എ കറന്റ് വെർഷൻ ഓഫ് സോഫ്റ്റ്വെയർ. But when software gets itself updated, certain mobile will have feature wherein which you can upgrade the software. പ്രത്യേകിച്ച് Android 1 പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ആണെങ്കിൽ you very frequently get the latest upgrade. അപ്പോൾ അങ്ങനെ you are getting the upgrade. ആ firmware, you are getting the firmware from internet. നിങ്ങൾ അതിനകത്തേക്ക് ബേൺ ചെയ്യുന്നു. The whole characteristics of the system as such will be changed. അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈവൻ കമ്പ്യൂട്ടറിൽ പോലും നിങ്ങൾക്ക് പുതിയ കമ്പ്യൂട്ടർ അസംബിൾഡ് കമ്പ്യൂട്ടേഴ്സിൽ ഇത് കാണാറില്ല. കൂടുതലും ബ്രാൻഡഡ് കമ്പ്യൂട്ടേഴ്സ്, എസ്പെഷ്യലി മാക് കമ്പ്യൂട്ടേഴ്സിലൊക്കെ they will give you frequent firmware update. ജസ്റ്റ് നമ്മൾ മൊബൈൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് you can just download the firmware. You have to ensure that the system is switched on and it is always powered. മൊബൈലിന് പവർ ചെയ്യാറുണ്ടല്ലോ. You have to ensure that your mobile is having enough charge എന്നുള്ളതും പറയാറുണ്ട്. അപ്പൊ എനിവേ ബയസ് ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 ഷുവർ ക്വസ്റ്റ്യൻ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഫോം ഫാക്ടർ. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ബയസ്, ബൈനറി ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇത് 2 മാർക്കിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സൂപ്പർ IO ഇറ്റ്സ് എ ചിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞത് അത് ചോദിക്കില്ല. സൂപ്പർ IOയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചിപ്പുകൾ മദർ ബോർഡിൽ തന്നെ കാണാൻ പറ്റും. അതാണ് സൂപ്പർ IO. ബേസിക്കലി ദാറ്റ് ഈസ് ഇന്റർഫേസിംഗ് വിത്ത് PS2, USB, not USB, PS2 സീരിയൽ പോർട്ട്, അതല്ലെങ്കിൽ കീബോർഡിന്റെ പോർട്ട്, പ്രിന്റർ പോർട്ട്, ഇതുപോലുള്ള പോർട്ടുകളെല്ലാം ഇന്റർഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ എനിവേ
So, two important questions already cover ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണെങ്കിലും ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ സേവ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത് ബ്ലോക്ക് ഡയഗ്രാംസ്. ഞാനിപ്പോൾ 3 ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇത് ലിസ്റ്റ് അയക്കാം, എന്നാൽ പോലും നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചോ, ഇതെന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതാണ് 2 മാർക്കിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ട് ഈസ് ഫോം ഫാക്ടർ, സെക്കൻഡ് ഈസ് ബയസ്, ആൻഡ് തേർഡ് ഈസ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ ATX കമ്പ്യൂട്ടർ. ഓക്കെ, നൗ കമ്മിങ് ടു മൂന്നാമത്തെ പാർട്ട്. ഇത് നമ്മൾ ക്ലാസ്സിൽ എടുത്തില്ല, ഇത് പ്യൂർലി തിയറിറ്റിക്കൽ, ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിരുന്നാലും ഞാനത് എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഡിസ്ക്രൈബ് മൈക്രോ പ്രോസസർ ബേസ്ഡ് ഓൺ ഇയേഴ്സ് ഓഫ് ഡിസൈൻ എന്ന് പറയാം. അപ്പൊ ഇത് പക്ഷേ എല്ലാവരും ഒന്നും പഠിക്കണ്ട, ഇത് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ഞാൻ പറയുന്നില്ല എല്ലാവരും ഇത് കാണാൻ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. മേ ബി യു ക്യാൻ സ്കിപ്പ് വിത്ത് യുവർ ചോയ്സ്. പക്ഷെ ഇത് ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ ഹൗ മച്ച് ടൈം യു സ്പെൻഡ് ബൈ ഹേർട്ടിങ് ദ തിങ്, അതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, ബട്ട് എനിവേ നമുക്കത് കവർ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ പ്രോസസ്സർ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്ന്, 70കളിൽ മുമ്പ് കമ്പ്യൂട്ടറുകളൊന്നും ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം അല്ല, മാനുവൽ മെക്കാനിക്കൽ സിസ്റ്റംസ് ആണ് മോസ്റ്റ്ലി. അത് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കമ്പ്യൂട്ടറുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പഞ്ച്ഡ് കാർഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടാ തുടങ്ങാം. ഇപ്പൊ പഞ്ച്ഡ് കാർഡൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് അറിയാം ഏതാണെന്ന്? പഞ്ച്ഡ് കാർഡ് ബേസിക്കലി ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്ഥലത്ത് പഞ്ച്ഡ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. എവിടെയാന്ന് വെച്ചാല് നിങ്ങൾ ഈ കൈത്തറി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൈത്തറി മില്ലുകളിൽ ഡിസൈൻ എല്ലാം കൂടെ ഒരു പഞ്ച് ചെയ്ത ഒരു ഹോൾ ഇട്ട ഒരു ഷീറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ അതിനകത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള ഡിസൈൻ ഓരോ തവണ ഈ തറി മൂവ് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ അതിനകത്ത് വരും. അപ്പം ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറിലൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് പോലെ പഞ്ച് കാർഡ് വഴിയൊക്കെയാണ്. ഇപ്പൊ തറിയൊക്കെ കാണാൻ സാഹചര്യമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, പലരുടെയും വീട്ടിലും അടുത്തൊക്കെ ഉണ്ടാവുമായിരിക്കും. ഒന്ന് പോയി കാണുകയാണെങ്കിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഡിസൈൻ ഒക്കെ ഇങ്ങനെ ഒരു ചെറിയ തകിട് പോലുള്ള സാധനത്തിൽ, അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും മതി, അതിനകത്ത് ഇങ്ങനെ പഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. ആ പഞ്ച് ഇടുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു മെക്കാനിക്കൽ സിസ്റ്റം. മുമ്പ് കാലങ്ങളിലെ കമ്പ്യൂട്ടർ മെക്കാനിക്കൽ സിസ്റ്റമാണ്. എന്നിരുന്നാലും 70കളിലാണ് ഒരു മൈക്രോ പ്രോസസർ റെവല്യൂഷൻ തുടങ്ങിയത്. 70കളിൽ മൈക്രോ പ്രോസസർ റെവല്യൂഷൻ തുടങ്ങി എന്ന് പറയുന്നു. ആ റെവല്യൂഷൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഇറങ്ങിയ പ്രോസസ്സർ 4 ബിറ്റ് പ്രോസസ്സറാണ്. ഇന്റല് 4004 എന്ന് പറയുന്ന 4 ബിറ്റ് പ്രോസസ്സറാണ് ആദ്യം തുടങ്ങിയത് 1971. 1970ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ച വർഷം അന്ന് തന്നെയാണ്. അന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ യുഗം തന്നെ പുറന്നു വരുന്നത് ഈ സമയങ്ങളിലാണ്. ഒരു 70s ശേഷം, 80s ശേഷം, 90s ശേഷം 2000കളിലാണ് കമ്പ്യൂട്ടറിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും ആദ്യമുള്ള പ്രോസസ്സറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4 ബിറ്റ് മൈക്രോ കൺട്രോളർ 4004. അതിനുശേഷമാണ് 8 ബിറ്റ് മൈക്രോ കൺട്രോളർ വന്നത് 8008. ഇതെല്ലാം ഇന്റലിന്റെയാണ്. അതിനുശേഷം പിന്നെ 8085 ഒക്കെ വന്നു, അതൊക്കെ ഞാൻ അതിനകത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കുന്നത് 16 ബിറ്റ് പ്രോസസ്സറുകളിലാണ്. അത് 70കളിലാണ് 16 ബിറ്റ് പ്രോസസ്സറുകൾ. ഈ 16 ബിറ്റ് പ്രോസസ്സറുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ആയത് സിസ്ക് പ്രോസസ്സറുകൾ, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് പ്രോസസ്സർ. ഇതിനെക്കുറിച്ചൊക്കെ പല ആവർക്കും പറഞ്ഞിട്ടുണ്ട്. സിസ്ക് പ്രോസസ്സറുകൾ മാർക്കറ്റിൽ വന്നതിന് ശേഷമാണ് കമ്പൈലറുകളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് കമ്പ്യൂട്ടർ ശരിക്കും പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ കോംപ്ലിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് നമ്മൾ ആകെ പഠിച്ച കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് പ്രോസസർ ഏതാണെന്ന് മൈക്രോ കൺട്രോളർ എന്ന് വെച്ചാൽ 8051 ഇസ് എ സിസ്ക് പ്രോസസർ. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ബട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന AVR ഒക്കെ ഒരു റിസ്ക് പ്രോസസറാണ്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതിന്റെ അസംബ്ലി ലെവൽ പ്രോഗ്രാം ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കാരണം വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം അസംബ്ലി ലെവൽ പ്രോഗ്രാം ഒക്കെ എംബഡറിൽ എഴുതുമ്പോഴത്തേക്ക് 80 AVR എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും, ഇൻസ്ട്രക്ഷൻസിന്റെ കുറവ്. ശരിക്കും ഒരു കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് പ്രോസസർ, സിസ്ക് പ്രോസസറുകൾ വന്നപ്പോഴത്തേക്കാണ് മാർക്കറ്റിൽ ഒരു മാറ്റം. അപ്പോഴാണ് 86 അപ്പോൾ പിന്നെ 16 ബിറ്റ് പ്രോസസറുള്ള 8086 മാർക്കറ്റിൽ വരാൻ തുടങ്ങി. ഇന്റൽ 86 ശേഷം X86 എന്നാ പറയാ. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാല് ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു റവല്യൂഷൻ. ഇനിഷ്യലി 8086 ആണെങ്കിലും അത് പിന്നെ X86 എന്ന് പറയാൻ കാര്യം എന്താ? 8086 8086 പിന്നെ അത് 186 ആയി, 286 ആയി, 386 ആയി, 486 ആയി.
586 ആയി. 586 ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഇതിന് പെന്റിയം എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ അത് അങ്ങോട്ട് ഉയർന്ന് അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ എന്താണ് 1970s മൈക്രോ പ്രോസസ്സേഴ്സ് ബിഗിൻ വിത്ത് 4-bit capability. Gradually it is shifted to 8-bit capability, then to 16-bit, then comes 32-bit processors like 186, 286. അങ്ങനെ started. അങ്ങനെയാണ് ഇതിനകത്തൊരു അതിനിടയിൽ 80s റിസ്ക് പ്രോസസ്സറുകൾ വന്നത്. റിസ്ക് പ്രോസസ്സറാക്കി കൂടുതൽ മൈക്രോ കൺട്രോളേഴ്സ് ആണ്. ഞാൻ നേരത്തെ പരാവർത്തി പറഞ്ഞിട്ടുണ്ട്, മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ് ആർ ഓൾമോസ്റ്റ് ദ സെയിം. അതിനൊന്നും വ്യത്യസ്തമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ ദ സെയിം. മൈക്രോ പ്രോസസ്സർ യു നീഡ് ടു ഹാവ് സോ മച്ച് ഓഫ് ഡിവൈസ്. നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ്, ഇതേപോലുള്ള അഡീഷണൽ ചിപ്പുകളൊക്കെ വേണം. അതുകൂടാതെ തന്നെ സൂപ്പർ IO അങ്ങനെയുള്ള സാധനങ്ങൾ, പല സാധനങ്ങൾ അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാലേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ മൈക്രോ കൺട്രോളർ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഓൾ റിക്വയർഡ് പെരിഫറൽസ് ആർ ബിൽറ്റ് ഇൻ ദിസ് ചിപ്പ് ഇറ്റ്സെൽഫ്. ഓക്കെ, എനിവേ റിസ്ക് പ്രോസസ്സർ ആണ് പിന്നെ ഒരു മറ്റേ. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. ഹാർവാർഡ് ആർക്കിടെക്ചറും വോൺ ന്യൂമൻ ആർക്കിടെക്ചറും ഒക്കെ വന്നു. ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് സെപ്പറേറ്റ് ബസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് മെമ്മറി ഫോർ റോം ആൻഡ് റാം. വേറാസ് വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ യു വിൽ ഹാവ് ഇറ്റ് ഇൻ എ കണ്ടിന്യൂസ് മെത്തേഡ്. എന്തായാലും mid-80s once again things are getting improved. 80s ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സേഴ്സ് എല്ലാം വിത്ത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുമായിട്ട് വരാൻ തുടങ്ങി. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ മൈക്രോ കൺട്രോളറിലൊക്കെ നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക? വിൽ ഗോ ടു ദി മെമ്മറി, വിൽ ഫെച്ച് ഇൻസ്ട്രക്ഷൻ, യു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. പക്ഷേ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ even before executing the next instruction you will be fetching instructions from the memory. ആവശ്യമില്ലെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്ത് കളയും. ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളയും. പക്ഷേ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് യു ആർ simultaneously or even without waiting the microprocessor to CPU to not CPU to the ALU to instructing you to fetch instruction, it will automatically be loaded onto the buffer. That instruction pipelining എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വന്നു. എന്തായാലും അതിനുശേഷം അത് ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം പുതിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചും ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യങ്ങളാണ്. 90s ശേഷം മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരാൻ തുടങ്ങി. മൾട്ടി ത്രെഡിങ് ഒക്കെ വന്നത് കൂടുതലും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്താണ്, 95കൾക്ക് ശേഷം. അതിനു മുമ്പുള്ള കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള കമ്പ്യൂട്ടറുകളെല്ലാം യു ക്യാൻ യൂസ് കമ്പ്യൂട്ടർ ഓൺലി ഫോർ വൺ ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം. ഒരു കാര്യം മാത്രമേ ഒരു സമയം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. വിൻഡോസ് വന്നപ്പോഴത്തേക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് 1, 2, 3 പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം, എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ പോലും. അത് തന്നെയാണ് നിങ്ങളുടെ മൊബൈലുകളിൽ കാണുക. ഇപ്പൊ നിങ്ങളിപ്പോ സൂം എടുത്തിട്ടുണ്ട്. സൂം എടുത്ത സമയത്ത് തന്നെ ഒരുപക്ഷെ മൊബൈലിന് ബാക്ക്ഗ്രൗണ്ടിൽ മെനി അതർ ആപ്ലിക്കേഷൻസ് ഓൾസോ വിൽ ബി എക്സിക്യൂട്ടീവ്. മെനി അതർ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞാൽ ഈവൻ വിത്തൗട്ട് യു ഈവൻ നോയിങ് അബൌട്ട് ഇറ്റ്, ചില വൈറസുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സൂം ക്യാമറ എടുത്തിരിക്കുന്നു, ഈവൻ വിത്തൗട്ട് യുവർ സെൽഫ് നോയിങ് സം അതർ പ്രോഗ്രാം വിൽ ബി ടേക്കിംഗ് ഇൻഫർമേഷൻ ഫ്രം യുവർ സിസ്റ്റം. അതേപോലെ അത് ഇറ്റ്സ് എ ഡിഫറെന്റ് മെത്തേഡ്. ബട്ട് ആവശ്യമുണ്ടെങ്കിൽ പോലും നമുക്ക് പല കേസിൽ ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു, സൈമൾട്ടേനിയസ് ഞാനിപ്പോ എന്തൊക്കെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ സിസ്റ്റത്തിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫയർഫോക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, സൂം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് കൂടാതെ PDF റീഡർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. അതിന് സൈമൾട്ടേനിയസ്ലി ഐ എം യൂസിങ് 5 പ്രോഗ്രാംസ് അറ്റ് എ ടൈം. അപ്പോൾ ഇതാണ് ഒരു മൾട്ടിപ്പിൾ സിസ്റ്റം യൂസേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇവിടെയാണ് നമ്മൾ മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. ശരിക്കും മുമ്പ് കാലങ്ങളിലൊക്കെ മൈക്രോ പ്രോസസർ, ഞാൻ നിങ്ങളത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, മൈക്രോ പ്രോസസർ ക്യാൻ ഡു ഓൺലി വൺ ക്യാൻ എക്സിക്യൂട്ട് ഓൺലി വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്യും? ഒന്നിൽ കൂടുതൽ പ്രോസസ്സറുകൾ വെക്കേണ്ടി വന്നു. അതിനെയാണ് നമ്മൾ മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് മോർ ദാൻ 1 CPUs. പ്രത്യേകിച്ച് സെർവറുകളിൽ
those type. Okay, ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, those type. You have even supercomputers, you have like server, there are servers with more than one CPUs. That's obvious. But normal computer, you have only one CPU. But multi-threading, when you need to execute more than one programs simultaneously, it depends on it. Program you are not really executing it, you are running it in the background. You are just keeping it in the background, not running in the background. Keeping it in the background, only when you take the program, then only it will start working. Otherwise, it will just remain there as such. The case. But multi-threading simultaneously 1 or 2 or 3 or 4 many programs will be working. In such case, you need to have more than one processor. അതിനെയാണ് പുതിയ ടെക്നോളജിയിൽ ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവരാൻ പോയി. ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ പ്രോസസർ? ഇൻസൈഡ് ദ പ്രോസസർ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഹൈപ്പർ ത്രെഡിംഗ് പ്രോസസർ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമ്മൾ 8051 പലപ്പോഴും കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ രജിസ്റ്റർ ബാങ്കുകളുണ്ട്, 4 സെറ്റ് രജിസ്റ്റർ ബാങ്കുകളുണ്ട്. അപ്പോൾ 4 സെറ്റ് രജിസ്റ്റർ ബാങ്കിൽ ഡിഫറെന്റ് ടൈം ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പ്രോസസറിന്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സ് കൂട്ടിക്കൊണ്ട് യു ക്യാൻ പെർഫോം എ ടൈപ്പ് ഓഫ് ടാസ്ക് വാട്ട് ഈസ് കോൾഡ് ഹൈപ്പർ ത്രെഡിംഗ്. അപ്പൊ i3 തൊട്ട് i7 വരെയുള്ള കമ്പ്യൂട്ടറുകളിൽ ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മോർ വോളിയം ഓഫ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് ദ പ്രോസസർ യു ക്യാൻ മിമിക് എ കോൺസെപ്റ്റ് വെയർ ഇൻ വിച്ച് ശരിക്കും മിമിക്കുകയാണ് എന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ് യു ആർ നോട്ട് യൂസിങ് ഇറ്റ്, but you can keep on program in the background while you are using a different program. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ എന്റെ സിസ്റ്റത്തിൽ സൂം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഫയർഫോക്സ് ഐ എം നോട്ട് യൂസിങ് ഇറ്റ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ യു ക്യാൻ യൂസ് എ ഫീച്ചർ വാട്ട് ഈസ് കോൾഡ് ഹൈപ്പർ ത്രെഡിംഗ്. ഞാൻ once I click on to Firefox, what will happen is the data that is relevant to Firefox will load onto a particular memory. പെട്ടെന്ന് മാറ്റും. So ആ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്നത്. ഹൈപ്പർ ത്രെഡിംഗ് ഇസ് നത്തിങ് ബട്ട് യു ആർ മിമിക്കിംഗ് ദി കോൺസെപ്റ്റ് ഓഫ് മൾട്ടി ഫംഗ്ഷനിങ്. ഓക്കെ എനിവേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്, മൾട്ടി കോർ. അപ്പൊ നമ്മളിപ്പോ പെന്റിയം പ്രോസസർ വരെ പറഞ്ഞപ്പോഴത്തേക്കൊക്കെ നമ്മൾ സിംഗിൾ കോറാ പറഞ്ഞുകൊണ്ടിരുന്നത്. മൾട്ടി കോറിലേക്ക് വരുന്നത് എവിടെ തൊട്ടാ? ഡ്യുവൽ കോർ പ്രോസസറുകൾ തൊട്ട് ഇപ്പൊ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ കോർ i3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ഗോട്ട് 3 simultaneous CPUs inside the chip. 3 ചിപ്പിനകത്ത് തന്നെ 3 പ്രോസസർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് മൾട്ടി കോർ. അപ്പൊ നാച്ചുറലി എന്താണ് i3 എത്ര ഉണ്ട്? യു ഹാവ് ഗോട്ട് 3 CPUs ബട്ട് റിസോഴ്സസ് ആർ ഓൾ ഷെയറിംഗ്. എല്ലാം ഷെയർ ചെയ്തോണ്ടിരിക്കുക, ബസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ i9 എന്ന് പറഞ്ഞാൽ എന്താ? i9 യു ഹാവ് ഗോട്ട് 9 CPUs built inside a single chip. അത്തരം അതാണ് അതിനകത്ത് അർത്ഥം പറയുന്നത്. ഇതിനെ നോക്കിക്കഴിഞ്ഞാല് എനി ഡൗട്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബെറ്റർ ഇൻഫർമേഷൻ ഉണ്ടാകാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ ജനറേഷനിലെ സൂചിപ്പിക്കും. Okay, anyway, multi-core processors says that you have more number of cores and which will work simultaneously. So definitely, if you get a processor, in fact, you have got 8th generation or 9th generation, but starting from i3 I am talking about Intel processor. Okay, Intel processor and i3 കുറിച്ചൊക്കെ പറയുന്നത്. മറ്റൊരു പ്രോസസ്സറിലൊക്കെ you have got a different other versions. Okay, even AMD like AMD Ryzen എന്നൊക്കെ പറഞ്ഞിട്ട് you have got a different processor. Okay, anyway, evolution or ഈ question ചോദിച്ചു കഴിഞ്ഞാൽ describe evolution of processors based on year of design, processor, speed, address. ഇത് നിങ്ങൾക്ക് എഴുതി വെക്കാം. നല്ലൊരു ഇൻഫർമേഷൻ സൈക്കിൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇത് കാണാതെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഓക്കെ, സൊള്ളി ആൻഡ് അഡ്വൈസ്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് 2 കാര്യങ്ങളാണ്. വൺ ഈസ് മൾട്ടി ത്രെഡിംഗ്, ഹൈപ്പർ ത്രെഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദെൻ മൾട്ടി കോർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ കോർ, i3 എന്താണ്, i4 എന്താണ്, i9 എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കാരണമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ബട്ട് you can skip it. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ you can skip it. Okay, now coming to another important, this is already covered, but let me just explain to you. Basically റാമിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഒരു ചാർട്ട് നിങ്ങൾ വരക്കണ്ട. It's only for information. So these things are included for information only. Okay,
Computer memory, you have got two type of memory. One is secondary memory and another is primary memory. Secondary memory, you have hard disk, SSD, compact disk, USB, flash drive, etc. Whereas in primary memory, you have got ROM and RAM. ഇപ്പോഴും പല കുട്ടികൾക്കും ഈ റോം എന്താണ് റാം എന്താണ് എന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ട്. അതായത് CHN കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചിരുന്നു വാട്ട് ഈസ് റാം വാട്ട് ഈസ് റോം എന്നൊക്കെ എഴുതുമ്പോഴൊക്കെ ആൾക്കാർ തെറ്റിച്ചാണ് എഴുതുന്നത്. എനിക്കറിയുന്നില്ല എന്തുകൊണ്ടാണ് ആ കുട്ടികൾ ഈ റാമും റോമും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോലും തെറ്റിക്കുന്നത്. നിങ്ങൾക്കറിയാം റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി. റാം ഇപ്പോൾ റാം ആണല്ലോ നിങ്ങൾ കമ്പ്യൂട്ടറിന്. റാമിന്റെ അർത്ഥം എന്താ? റാം ഈസ് വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലെസ് അതർവൈസ് ദർ ഇസ് പവർ ഡാറ്റ വിൽ നോട്ട് റിമെയിൻ അൺലെസ് അതർവൈസ് ദർ ഇസ് പവർ. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. യു ക്യാൻ റീഡ് ഓൺലി ബട്ട് ഡാറ്റ വിൽ റിമെയിൻ ദർ ആസെറ്റ്. ഒരിക്കലും മറക്കരുത് റാം ആൻഡ് റോം. മറക്കേണ്ട കാര്യമില്ല, മറക്കാൻ പാടില്ല. ഓക്കെ, എപ്പോഴാണെങ്കിൽ പോലും നോട്ട് എ പാർട്ട് ഓഫ് അക്കാഡമിക്, but even otherwise if somebody asks you what is ROM, you definitely need to say that. Okay, now റാമിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ SRAM and DRAM. അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി റാം എന്തിനാണ്? റാമിലാണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ സാധനങ്ങളും റാം വഴിയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ പലവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റാമില് ബേസിക്കലി ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യു വിൽ ഡെഫിനറ്റ്ലി get a question 6 to 12 marks out of this. ഓക്കെ, ബേസിക്കലി രണ്ട് തരം. ഞാനിത് പലവർക്ക് പറഞ്ഞതാണെങ്കിലും ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ടോപ്പിക് once again. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം, SRAM എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം. എന്താണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ? ചെക്കൻ വളരെ ഡൈനാമിക് എന്ന് പറയാറുണ്ടല്ലോ അല്ലെ? പെണ്ണൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് വീട്ടില് അച്ഛൻ വന്നിട്ട് ആ ചെക്കൻ നല്ല ഡൈനാമിക് എന്ന് പറയുന്നത് വെച്ചാൽ എന്താ? നല്ല സ്മാർട്ടാണ് എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും അങ്ങനെ വെള്ളയായിട്ട് നിൽക്കും. അതാണ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക, ഡൈനാമിസിറ്റി. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാലോ, കൊണ്ടുവച്ചാൽ അവിടെ ഇരിക്കും. നമ്മുടെ ക്ലാസ്സിലുണ്ട് ഇതുപോലെ പല ആൾക്കാർ അല്ലേ? എവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. സ്റ്റാറ്റിക് ഒരനക്കമില്ല. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുക, അതാണ് സ്റ്റാറ്റിക് റാം. ഡൈനാമിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡൈനാമിക് എന്നർത്ഥമില്ല കേട്ടോ, ഇവിടെ തിരിച്ചാണേ. ഡൈനാമിക് റാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഡൈനാമിക് ഇൻ ഡിഫറെന്റ് അതർ സയൻസ്. ഓക്കെ, കമ്മിങ് ടു DRAM. DRAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ നേരത്തെ പലാവർത്തി പറഞ്ഞു, പരീക്ഷയ്ക്ക് ചോദിക്കും, പലാവർത്തി പറഞ്ഞിട്ടുണ്ട്. റാം രണ്ട് തരത്തിലാണുള്ളത്. വൺ ഈസ് എങ്ങനെയാ ഡാറ്റ സ്റ്റോർ ചെയ്യുക? Basically, data can be stored in two methods. One as charge. Capacitor സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ചാർജ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ 1, ചാർജ് കപ്പാസിറ്റർ ഇല്ലെങ്കിൽ 0. അതാണ് വൺ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്താണ്? ആസ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ചാർജ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിലുള്ള കുഴപ്പം എന്താ? ചാർജ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചാർജ് അങ്ങ് തീർന്നു പോകും അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ ബാറ്ററിയൊക്കെ എങ്ങനെയല്ലേ? ഇപ്പൊ ബാറ്ററിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ബാറ്ററിയൊക്കെ കുറച്ചു നേരം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തീർന്നു. പക്ഷെ കപ്പാസിറ്ററിന്റെ വാല്യൂ കുറവായത് കാരണം എന്ത് പറ്റും? യൂസ് ചെയ്തില്ലെങ്കിലും തീർന്നു. എങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ തീർന്നു പോകുന്നത്? ടെർമിനലിൽ തമ്മിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, വായുവിന്റെ റെസിസ്റ്റൻസ്, അതുവഴി തന്നെ അതങ്ങ് ഷോർട്ട് ആയി പോകും അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി പോകും. സോ കപ്പാസിറ്റർ പ്രത്യേകത എന്താ? കപ്പാസിറ്റർ വിൽ ബി ഡിസ്ചാർജ്. ഇപ്പൊ ഡൈനാമിക് റാം ബേസിക്കലി ഡാറ്റ is stored in capacitors. അതാണ് ഡൈനാമിക് റാമിന്റെ പ്രത്യേകത. ഡാറ്റ is stored as capacitor എന്ന് പറയുമ്പോൾ കുഴപ്പം എന്താ? മെമ്മറി നീഡ് ടു ബി റിഫ്രഷ്ഡ് എവറി ടൈം. എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെയാണ് ഡൈനാമിസിറ്റി പറയുന്നത് കേട്ടോ. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ പയ്യൻ നല്ല ഡൈനാമിക് ആണെന്ന് പറയുന്ന പോലെ ഇവിടെ ഡൈനാമിക്കിന് അർത്ഥമില്ല. ഇവിടെ ഡൈനാമിക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡാറ്റ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമെന്ന് അർത്ഥം. അത്ര മെമ്മറി അത്ര നല്ലതല്ല. അപ്പോ എന്ത് ചെയ്യണം? എവറി മില്ലി സെക്കൻഡ് ഡാറ്റ നീഡ് ടു ബി റിഫ്രഷ്ഡ്. എങ്ങനെ റിഫ്രഷ് ചെയ്യാം? റീറൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ഡൈനാമിക് റാം എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ ചെയ്യും കേട്ടോ. മെമ്മറി ആസച്ച് ഉള്ളിൽ തന്നെയുള്ള മെക്കാനിസം ഉണ്ട്. നിങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ എവറി ഫ്യൂ മില്ലി സെക്കൻഡ് ഡാറ്റ വിൽ ബി റിട്ടേൺ. അത് തന്നെ അടുത്ത് ഒന്നും കൂടെ എഴുതും. അപ്പോൾ ഒന്ന് രണ്ടാമത് ചാർജ് നിന്നോളും. സോ ദാറ്റ് ഈസ് DRAM. SRAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? SRAM ഈസ് ബേസിക്കലി മെയ്ഡ് വിത്ത് ട്രാൻസിസ്റ്റേഴ്സ്. DRAMിലെ ട്രാൻസിസ്റ്റർ ഉണ്ട് കേട്ടോ. ട്രാൻസിസ്റ്റർ, ഒരു ട്രാൻസിസ്റ്ററും യു ഹാവ് എ കപ്പാസിറ്റർ. കാരണം വെച്ചാൽ ട്രാൻസിസ്റ്റർ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. മെമ്മറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, 8 ബിറ്റ് 1 GB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഹാവ് സോ മച്ച് വോളിയം ഓഫ് കപ്പാസിറ്റേഴ്സ് അല്ലെ? 1 GB എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ലൊക്കേഷനിൽ 8 തൊട്ട് 16 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ, 16 ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ എന്തുമാത്രം വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഡൈനാമിക് റാമിൽ നമ്മൾ കപ്പാസിറ്റർ പറഞ്ഞാൽ മതി. കപ്പാസിറ്റർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ സാധനങ്ങളൊന്നും ഇല്ല. 2 പ്ലേറ്റ് അടുപ്പിക്കുക, 2 P ടൈപ്പോ അല്ലെങ്കിൽ N ടൈപ്പ് മെറ്റീരിയൽ ചേർത്തൊരു ചെറിയ ഇൻസുലേറ്റർ ലെയറിന്റെ ഇടയിൽ വെക്കുക, അകത്തി വെക്കാനേ ഉള്ളൂ. അതാണ് ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാം ഓൺ ദി അതർ ഹാൻഡ് എന്താ?
Static RAM is basically made on transistors. So അത് refresh ഒന്നും ചെയ്യണ്ട. It is very fast also. It is very fast also. Okay. എന്തായാലും രണ്ട് ടൈപ്പ് റാം ആണ്. വൺ ഇസ് ഡൈനാമിക് റാം ആൻഡ് സെക്കൻഡ് ഇസ് സ്റ്റാറ്റിക് റാം. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിക് റാം ഇസ് വെരി എക്സ്പെൻസീവ്. സ്റ്റാറ്റിക് റാം ആണ് ക്യാഷ് മെമ്മറി കുറിച്ച് പറയാൻ പോവാണ് കേട്ടോ. ക്യാഷ് മെമ്മറി ഒക്കെ സ്റ്റാറ്റിക് റാം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, സ്റ്റാറ്റിക് റാം is basically made with transistors. You don't need to refresh anything. Data will remain there until there is power. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിൽക്കുള്ളൂ. DRAM-ൽ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡേറ്റ നീഡ് ടു ബി റിഫ്രഷ്ഡ്. ഓക്കെ, സോ ബേസിക്കലി ടു ടൈപ്പ് ഓഫ് റാം. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്താണെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടറിന്റെ നിങ്ങൾ ആഡ് ചെയ്യുന്ന മെമ്മറി എല്ലാം DRAM ആണ്. ഉള്ളിലുള്ള മെമ്മറി എല്ലാം SRAM ആണ്. ചിപ്പിനുള്ളിലുള്ള മെമ്മറി എല്ലാം SRAM-കളാണ്, പ്രത്യേകിച്ച് ക്യാഷ് മെമ്മറികൾ. പക്ഷേ നിങ്ങൾ ആഡ് ചെയ്ത് സ്ലോട്ടിൽ ഇട്ട് കൊടുക്കുന്ന മെമ്മറികളെല്ലാം DRAM-കളാണ്, ഡൈനാമിക് റാമുകളാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു യു ഹാവ് ഗോട്ട് ടു ടൈപ്പ് ഓഫ് റാം. വൺ ഇസ് ഡൈനാമിക് റാം ആൻഡ് സ്റ്റാറ്റിക് റാം, DRAM ആൻഡ് SRAM. ഇനി വീണ്ടും താഴേക്കുള്ള സബ് ഡിവിഷനിലേക്ക് വരിക. നോക്കിയാൽ ഞാൻ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ യു ഹാവ് സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാം നമ്മളോട് നിർത്തി, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ദാറ്റ് ഈസ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഉള്ളിലുള്ള പ്രോസറിന്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. നോ വേ റിലേറ്റഡ് വിത്ത് ദി യൂസർ. അത് ഉള്ളിലുള്ള സാധനങ്ങളാണ്. ദാറ്റ് ഈസ് ദെയർ ഹെഡേക്ക്. ആരുടെ ഹെഡേക്ക് ഓഫ് മാനുഫാക്ചറിന്റെ ഹെഡേക്ക് ആണ്. ഓക്കെ, ഡൈനാമിക് റാമിലേക്ക് വരുമ്പോൾ ബേസിക്കലി പിന്നെയും പോവാണ്. ഇത് വെരി ഇമ്പോർട്ടന്റ്. സിങ്കർണസ് ഡൈനാമിക് റാം, SRAM. എന്താ വാട്ട് ഈസ് സിങ്കർണസ്? റാം നീഡ് ടു ബി സിങ്കർണൈസ്ഡ് വിത്ത് CPU ക്ലോക്ക് എന്നാ പറയുക. CPU ക്ലോക്കുമായിട്ട് സിങ്കർണൈസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? സിങ്കർണൈസ് അല്ലെങ്കിൽ ഒരു ഫെച്ച് സൈക്കിൾ വരുമ്പോഴത്തേക്ക് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ. അപ്പോ സിങ്കർണൈസ്ഡ് ആയിട്ടുള്ള റാം, സിങ്കർണൈസ്ഡ് എനി മെമ്മറി ദാറ്റ് ഇസ് സിങ്കർണൈസ്ഡ് വിത്ത് സിസ്റ്റം ക്ലോക്ക് ഈസ് കോൾഡ് സിങ്കർണൈസ്ഡ് ഡൈനാമിക് റാം ഓർ SDRAM. SDRAM തുടക്കത്തിൽ വന്നിരിക്കുന്നത് 133 MHz സ്പീഡിലാണ്. SDRAM തുടക്കത്തിൽ വന്നിരുന്നത് 133 ഒക്കെ വളരെ കുറവാണ്. ഞാൻ നിങ്ങളുടെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പ്രോസസറിന്റെ സ്പീഡ് മാത്രം കൂടിയിട്ട് കാര്യമൊന്നുമില്ല. സബ്സിക്വന്റ് പെരിഫറൽസ് നീഡ് ടു ബി സോ ഫാസ്റ്റ്. 133 MHz സ്പീഡുള്ള ഒരു മെമ്മറിയും അതനുസരിച്ച് അതിന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ ഡേറ്റ കിട്ടണ്ടേ. ഓക്കെ, എനിവേ 133 ഇസ് ആൻ ഓൾഡ് സ്റ്റോറി. അപ്പൊ എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ റാമിന്റെ കാറ്റഗറൈസ് നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക് റാമില് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് റാം, SDRAM. ഇനി നമ്മളെല്ലാം SDRAM പറയുള്ളൂ, ഒള്ളി SDRAM. ഓക്കെ, അതിനിടയിൽ ഒരു റാമും കൂടെ വന്നു, റാംബസ് റാം, RD റാം. RD റാം എന്ന് പറഞ്ഞ റാംബസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇറക്കിയ റാമാണ്. വളരെ ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 GHz സ്പീഡ് വരെ ഇത് പോകും. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഒക്കെ ആ കാലഘട്ടം ഇതൊക്കെ ഇന്റൽ പെന്റിയം ഒക്കെ ഇറക്കിയ സമയത്താണ്. അതിനുശേഷം ഇതങ്ങ് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കോസ്റ്റ് കൊണ്ടാകാം. പിന്നെ ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് ഞാൻ താഴേക്ക് വരുമ്പോൾ പറയാം. താഴെ ബ്ലോക്ക് ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇഷ്യൂസ് എന്നുള്ളത്. എന്തായാലും സാധനം ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാരണം RD റാം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ RD റാം ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി. ദോ ഇറ്റ് ഈസ് എ ബെറ്റർ പെർഫോമിംഗ് റാം ദാൻ SD റാം. RD റാം ഈസ് നോട്ട് അവൈലബിൾ റൈറ്റ് നൗ. ഇനിയിപ്പോ DD റാം ആണ് ഇപ്പോൾ ഡബിൾ ഡാറ്റ റേറ്റ് SD റാം. അതാണ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത്. SD റാം ഇപ്പോൾ ഇല്ല, അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. 133 MHz SD റാം ഈസ് ഔട്ട്ഡേറ്റഡ്. RD റാം ഈസ് ഓൾസോ ഔട്ട്ഡേറ്റഡ്. Now whatever memory you have got is called double data rate SD റാം. എന്താ ഡബിൾ ഡാറ്റ റേറ്റ്? വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിളിന്റെ രണ്ട് എൻഡിലും ഡാറ്റ എടുക്കും. ലീഡിങ് എഡ്ജും ട്രെയിലിംഗ് എഡ്ജിലും ഡാറ്റ എടുക്കും. അതാണ് ഡബിൾ ഡാറ്റ റേറ്റ് എന്ന് പറയാം. എന്നുവെച്ചാൽ ക്ലോക്ക് പൾസ് അറിയാലോ. ക്ലോക്ക് പൾസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. യു ഹാവ് ഗോട്ട് 2 എഡ്ജസ്. നമ്മൾ പല പ്രോജക്റ്റിനൊക്കെ പല കേസിൽ വന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ അരവിന്ദിന്റെ ഒക്കെ പ്രോജക്റ്റിലൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലേ, സെൻസർ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഒരു ക്ലോക്കിന് യു ഹാവ് ഗോട്ട് 2 സൈക്കിൾസ്, 2 എഡ്ജസ്. ഡബിൾ ഡാറ്റ ഡെൻസിറ്റിയുടെ പ്രത്യേകത വെച്ചാൽ അപ്പർ എഡ്ജിലും ഡാറ്റ കിട്ടും, ലീഡിംഗ് എഡ്ജിലും ഡാറ്റ കിട്ടും, ട്രെയിലിംഗ് എഡ്ജിലും ഡാറ്റ കിട്ടും. അതാണ് ഡബിൾ ഡെൻസിറ്റി. അപ്പൊ ഇപ്പോഴത്തെ റാമുകളെല്ലാം എന്താണ്? ഓൾ DDR റാം. ഓക്കെ, സോ ബേസിക്കലി ഞാൻ വീണ്ടും ഒന്നും കൂടെ പറഞ്ഞത്, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, DDR റാം, ഡൈനാമിക് റാം ആൻഡ് സ്റ്റാറ്റിക് റാം.
Dynamic RAM മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ because static RAM is used for a different other application. Cache memory like use ചെയ്യുക. We'll be coming to it in a later stage. Synchronous RAM നോക്കിക്കഴിഞ്ഞാൽ it's all synchronized. Everything is synchronized. Okay. Every RAM that is coming here after it's all synchronized with the CPU clock. And the old one, you have got only 133 megahertz speed. What edge use, then comes RD RAM. It's all outdated, but it has got a better speed. Cost problem will come to the problem in a later stage. Double density data rate, density done 2 times faster than the old one. Why? Because data is retrieved or returned during the leading as well as trailing edge of clock. Okay. In DRAM, you have got 4 type of DRAM. Okay, one is DDR1, DDR2, DDR3, and DDR4. Okay, and we'll be coming to that in a later stage. Okay, question, 2 mark in the question. State memory refreshing. And already memory refreshing. Dynamic RAM, since data is stored as charge in capacitor, the memory need to be refreshed very frequently. Very frequently in the sense, you need to do it once in every few milliseconds. And memory refreshing. That process is called memory refreshing. Okay. This is another important question. 3 questions 2 mark already. Okay. And already question is what is memory refreshing? Okay. Now coming to memory modules. എങ്ങനെയൊക്കെയാണ് ഈ മൊഡ്യൂളുകൾ ഇരിക്കുന്നത്? അപ്പൊ ഇതെല്ലാം തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഇതെല്ലാം ഡിഫറെന്റ്. This is how data is retrieved from memory. Now coming to how exactly the RAM look like. അതാണ് മൊഡ്യൂൾസ് നോക്കിക്കഴിഞ്ഞാൽ സിം മൊഡ്യൂൾ, സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ. ഇത് പഴയതിപ്പോ ഇത് കാണാൻ കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് 2 പടം കൊടുത്തിട്ടുണ്ട്. അത് 30 ബിറ്റ് സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്താ വെച്ചാൽ അഡ്രസ് കുറവാ. 16 ബിറ്റ് അഡ്രസ്സേ ഉള്ളൂ. ഈ ഒരു കാർഡ് പോലല്ലേ ഇരിക്കുന്നത്. കാർഡിന്റെ ഒരു സൈഡിൽ മാത്രമേ ഡാറ്റ കണക്ഷൻ ഉള്ളൂ. അതാണ് സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, യു ഹാവ് ഓൺലി കണക്ഷൻ അറ്റ് വൺ സൈഡ് ഓഫ് ദി മെമ്മറി ചിപ്പ്. മെമ്മറി ചിപ്പ് അല്ല, മെമ്മറി കാർഡ്. ഓക്കെ, ലെറ്റ് മീ കോൾ ഇറ്റ് മെമ്മറി കാർഡ്. എന്താണ് മെമ്മറി മൊഡ്യൂൾ എന്ന് പറയാം. താഴെ കാണിച്ചിരിക്കുന്നതും സിം തന്നെയാണ്, ബട്ട് 70 പിൻ തൊട്ടടുത്ത വെർഷൻ 72 പിൻ വെർഷൻ. 72 ഇതൊന്നും ഇപ്പൊ ഇല്ല. ഇതൊക്കെ പഴയ ആക്രിയൊക്കെ പൊളിക്കുന്നിടത്തൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് കിട്ടും. ഇത് ഓൾ ഔട്ട്ഡേറ്റഡ്, ഓൾഡ് വെർഷൻ. മേ ബി മെമ്മറി that was there with 286, 386 കമ്പ്യൂട്ടറുകളിലൊക്കെ ഉണ്ടായിരുന്ന മെമ്മറിയാണ്. Now it is no more available. പിന്നെ വന്നിരിക്കുന്ന ഡിം പാക്കേജ്, ഡ്യുവൽ ഇൻലൈൻ. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ അഡ്രസ് ബസ് ഉണ്ട്, 64 ബിറ്റ് അഡ്രസ് ബസ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിപ്പിന്റെ 2 സൈഡിലും കണക്ഷൻ ഉണ്ട്. ഫ്രണ്ട് സൈഡിലും ഉണ്ട്, ബാക്ക് സൈഡിലും ഉണ്ട്. ഓക്കെ, അതിൽ 4 എണ്ണം കാണിച്ചിട്ടുണ്ട്. ഇത് DDR1 ആണ്. DDR1ന്റെ പിന്നുകളുടെ എണ്ണം കുറവാണ്, സ്പീഡും കുറവാണ്. അത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഡീറ്റെയിൽ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പടം കാണിക്കാം. DDR1, DDR2, DDR3 ആൻഡ് DDR4. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം, ഇത് കോമ്പാറ്റബിൾ അല്ല. ഇത് നോക്കിയാൽ ഈ സ്ലോട്ട് കണ്ടില്ലേ? ഈ സ്ലോട്ട്, ഇവിടെ ഒരു സ്ലോട്ട്, മറ്റേത് കുറച്ച് മാറി, മറ്റേത് കുറച്ച് മാറി, മറ്റേത് കുറച്ച് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പ് ഈ മൊഡ്യൂളിൽ ഇടേണ്ട ഈ സാധനം കൊണ്ടുവച്ചാൽ കയറുമോ? ഇല്ല, കാരണം ഈ സ്ലോട്ട് മാച്ച് ആവാത്ത കാരണം അതിനകത്തേക്ക് കയറത്തില്ല. അപ്പോൾ ഇപ്പോൾ DDR4 ആണ്. DDR4 തന്നെ പല സ്പീഡിൽ പിന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്വേർഡ് കോമ്പാറ്റബിൾ, ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്നു, പക്ഷെ ബെറ്റർ. അപ്പം നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, whenever you go for a memory module, make sure that you have replacement ആണ് കേട്ടോ. റീപ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ you make sure that you buy memory with the same speed. ഈ സെയിം സ്പീഡ് നോക്കണം. അതിനകത്തുള്ള ലേബൽ നോക്കിയിട്ട് സെയിം സ്പീഡ്. ഈവൻ DDR4 comes in different speed. ഒരു പക്ഷേ 2 വർഷം മുമ്പുള്ള DDR4 ആയിരിക്കില്ല ഇപ്പോൾ ഉള്ള സ്പീഡ്. അപ്പൊ പഴയ സിസ്റ്റത്തിൽ ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞാൽ once again ഡിം ആണ്. ഡിമ്മിൽ യു ഹാവ് ഗോട്ട് ഡിഫറെന്റ് അപ് ടു DDR4 വരെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. റിം പറയുന്നുണ്ട്. ഓക്കെ, റിം റാംബസിന്റെ ആണ്. റിമിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് റിം ഇപ്പൊ യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് റിം. റാംബസിന്റെ ചിപ്പിന്റെ മൊഡ്യൂൾ ഇങ്ങനെ ഇരിക്കും, കണ്ടിട്ടുണ്ടാവില്ല.
ആന്റിസ്റ്റാറ്റിക് പ്രൊട്ടക്ഷൻ ആണ് ശരിക്കും നമ്മൾ പല ആവർത്തി പറഞ്ഞ ആന്റിസ്റ്റാറ്റിക് പ്രൊട്ടക്ഷൻ ഫീൽഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിമിന്റെ പ്രത്യേകത എന്തുകൊണ്ട് ഔട്ട്ഡേറ്റ് ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു 4 സ്ലോട്ട് ഉണ്ടെങ്കിൽ 4 സ്ലോട്ടും ഫില്ലായിരിക്കണം വർക്ക് ചെയ്യണമെങ്കിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ ക്ലോക്ക് നോക്കിയേ, ഇവിടെ നിന്ന് കയറി ഇവിടെ വന്ന് അടുത്ത ചിപ്പിൽ പോയി ചിപ്പിൽ പോയിട്ടാണ് എൻഡിൽ എത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ 2 സ്ലോട്ട് ഉണ്ടെങ്കിൽ 2 സ്ലോട്ടും ഫില്ലായിരിക്കണം. ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഇപ്പൊ ഇത്ര ചിപ്പ് ഇപ്പൊ ഇല്ലല്ലോ. ഓക്കെ, അപ്പോ ദിസ് ഈസ് വൺ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് റിക്കളക്ടിങ്. നോക്കുമ്പോൾ മെമ്മറിയെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ യു ഹാവ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്, യു ഹാവ് SD, RDR ആൻഡ് DDR, DDR1, DDR2, DDR3 ആൻഡ് DDR4. ഇതിന്റെ എവല്യൂഷൻ ആണ്. നൗ വാട്ട് ഈസ് അവൈലബിൾ ഇസ് DDR4. ഇപ്പൊ പുതിയ DDR5 വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വരും, നാച്ചുറലി ഡെഫിനറ്റ്ലി വരും. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ക്ലാസ്സിൽ എടുത്തതല്ല, അതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാഷ് മെമ്മറി. എന്താ ക്യാഷ് മെമ്മറി? ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തായിരിക്കും ക്യാഷ് മെമ്മറി? ക്യാഷ് മെമ്മറി ഈസ് ബേസിക്കലി സ്റ്റാറ്റിക് റാം ആണ്, SRAM ആണ്. SRAM എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആണ്. ഒരുപക്ഷെ പ്രോസസ്സറുകളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ i9 പ്രോസസ്സർ ഇത്ര എക്സ്പെൻസീവ് ആകാൻ കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ കൂടുതൽ മെമ്മറി ഉണ്ട്. ഇന്റേണൽ മെമ്മറി നമ്മൾ എന്താ ബേസിക്കലി പറയാ? രജിസ്റ്റേഴ്സ് അല്ലേ? നമ്മൾ രജിസ്റ്റേഴ്സ് എന്നല്ലേ പറയാ. ഇത് ഇന്റേണൽ മെമ്മറി ഓൾ ഇന്റേണൽ മെമ്മറി ഒന്നും റിഫ്രഷ് ചെയ്യാൻ പറ്റില്ല, അതിന് പ്രോസസറിന് വേറെ പണിയില്ലേ. എക്സ്റ്റേണൽ റാം ഒക്കെ ആണെങ്കിൽ അത് ഉള്ളിൽ തന്നെ ചെയ്തോളും, ഉള്ളിൽ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വാട്ട് എവർ മെമ്മറി ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിതിൻ ദി മൈക്രോ കൺട്രോളർ ഓർ മൈക്രോ പ്രോസസർ ഈസ് ഓൾ സ്റ്റാറ്റിക് മെമ്മറി. അത് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPU, പ്രൈമറി മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞ DDRAM, സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് ഡിസ്ക് ഒക്കെ തന്നെ. ഇതിന്റെ ഇടയിൽ വരുന്ന സാധനത്തെയാണ് നമ്മൾ ക്യാഷ് മെമ്മറി. ഇതിന്റെ ഇടയിൽ വരുന്നത് ഇത് വളരെ ഫാസ്റ്റ് ആണ്, വെരി ഫാസ്റ്റ് കമ്പയർഡ് വിത്ത് ദി അതർ മെമ്മറി. പ്രൈമറി മെമ്മറി ഈസ് വെരി ഫാസ്റ്റ്. ഇതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ നിങ്ങൾ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ക്യാഷ് മെമ്മറി കൊണ്ടുവച്ചിട്ട് CPU എന്തെങ്കിലും എടുക്കാം. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഡേറ്റ ഇവിടെ ലോഡ് ചെയ്യാം. CPU വളരെ ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ എടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ക്യാഷ് മെമ്മറിയുടെ പ്രത്യേകത. ഇൻഫാക്ട് ക്യാഷ് മെമ്മറി കൂടുന്നതോടും പ്രോസസ്സറിന് വില കൂടുതലാ. ഇപ്പൊ ഇന്റൽ ആറ്റം പ്രോസസ്സറുകളൊക്കെ ഉണ്ട്, പെർഫോമൻസ് വളരെ പൂറാ. കാര്യം എന്താ? ക്യാഷ് മെമ്മറി കുറവാ. അത് നെറ്റ് ബുക്ക് ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആറ്റം പ്രോസസ്സറുകൾ. അല്ലെങ്കിൽ എംബഡഡ് ആപ്ലിക്കേഷൻസിനൊക്കെ എംബഡഡ് കമ്പ്യൂട്ടേഴ്സ് ആയിട്ടൊക്കെ ആറ്റം പ്രോസസ്സറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ റാസ്ബെറി പൈ തന്നെ പഴയ വെർഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സ്ലോ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? കാരണം അതിന് ക്യാഷ് മെമ്മറി കുറവാണ്. പുതിയ വെർഷനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആണ് പെർഫോമൻസിൽ. ഓക്കെ, അപ്പൊ എന്തായാലും വാട്ട് ഈസ് ക്യാഷ് മെമ്മറി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് യു ഹാവ് ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇറ്റ്സ് ബേസിക്കലി സ്റ്റാറ്റിക് റാം ആൻഡ് ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലിയർ ആൻഡ് ഫാസ്റ്റർ മെമ്മറി ദാറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആസ് വെൽ ആസ് ദി പ്രോസസർ. 3 തരം ക്യാഷ് ആണുള്ളത്. ഇത് പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലെവൽ 1 ക്യാഷ്, L1 ക്യാഷ്, L2 ക്യാഷ് ആൻഡ് L3 ക്യാഷ്. L1 ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് മെമ്മറി ദാറ്റ് ഈസ് ബിൽഡ് വിതിൻ ദി CPU. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? L1 ക്യാഷ് ഈസ് നത്തിങ് ബട്ട് രജിസ്റ്റേഴ്സ്. മൈക്രോ പ്രോസസറിന്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ L1 ക്യാഷ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പ്രോസസർ ഹയറായി വരും തോറും L1 ക്യാഷ് കൂടി വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പിടികിട്ടിട്ടുണ്ടോ വൈ higher end processors are expensive? Higher end processors are expensive because they have got a huge volume of L1 cache within it. Integrating an L1 cache എന്ന് പറയുമ്പോഴത്തേക്ക് it is naturally a costlier effort. Okay, costly effort ആണോ ഇല്ല എന്നുള്ളത് സെക്കൻഡ്, നമുക്കറിയില്ല. ബട്ട് എല്ലാവരും അങ്ങനെ പറയാണ്, ഇന്റഗ്രേറ്റിംഗ് more volume of memory onto processor is a costly effort എന്നാ പറയാ. Okay, anyway, L1 cache എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a cache memory that is there within the CPU itself, directly within the CPU. എന്ന് പറയുന്നതിനായിട്ട് CPU will very frequently be using the memory. എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? It is all registers. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, ഈ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ കൺട്രോളറല്ലേ രജിസ്റ്റർ പറയുന്നത്, ഇവിടെ എന്ത് രജിസ്റ്റർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എല്ലാം ഒരു രജിസ്റ്റർ തന്നെയാണ്. മൈക്രോ കൺട്രോളർ we call it register, even microprocessor we call it all registers only, maybe in a different name. Registers will have a different name. AVR നമ്മൾ ശരി 8051 R0, R1, R2, R3 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് AVR we call in a different way. For microprocessor we
call it in a different other name. Okay, so level 1 cache is within the processor. ഞാൻ താഴെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. Level 1 cache. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. Basically, there are two types of level 1 cache. One which can hold data and the other which can hold program. എന്ന് പറയുന്നുണ്ട്. Okay, instructions store ചെയ്യുന്നതുകൊണ്ട് അതാണ് ഇവിടെ. You have got data as well as L1 cache. You have got data as well as the one which hold instruction memory, program memory. In program memory is totally different. Instruction registers ഉണ്ട്. They are called instruction memory. Data memory എന്ന് പറഞ്ഞാൽ whatever that deals with or whatever that store temporary data is called level 1 cache. Whereas level 2 cache എന്താണ്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ level 1 cache കുറവാണ് basically. Typically L1 cache will be around 256 KB. പഴയ കഥയാണ്. പുതിയ പ്രോസസറിൽ i9 it goes up to 2 MB. Okay, i9 it goes up to 2 MB of level 1 cache. Whereas level 2 cache എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is slower than L1 cache. Slower than L1 cache എന്ന് പറഞ്ഞാൽ why? Because that is using a different bus ആണ്. Different bus ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർണൽ ബസ് തന്നെ. പ്രോസസറിനുള്ളിൽ തന്നെയാണ് ഇതൊക്കെ കേട്ടോ. Not in the motherboard. Okay, level 2 cache is slightly bigger but slower, but has got a slightly higher volume. It can go up to 8 MB. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രോഗ്രാം registers ആണെങ്കിൽ level 2 cache you can call it as a general purpose RAM എന്നൊക്കെ വേണമെങ്കിൽ പറയാം. General purpose RAM എന്ന് വേണമെങ്കിൽ പറയാം. It's called level 2 cache. Okay, for general usage. And then നമ്മൾ മൈക്രോപ്രോസസറിന്റെ മൈക്രോകൺട്രോളറിന്റെ ടേംസിൽ പറയുമ്പോൾ level 2 cache you can call it as general purpose registers. It can go up to 8 MB. മറ്റേടത്ത് it can go up to 2 MB ആണെങ്കിൽ the volume can be quite high. Yeah, maybe i9. You have to really check internet for the exact volume. I'm just telling you. 8 MB വരെയൊക്കെ ആയിരിക്കാം. That is what internet says. Yeah? But once you go into the detailed specification through data sheet, you will find a different value altogether. Okay, L3 cache, അതാണ് it's a different thing. L3 cache comes in between the processor as well as നമ്മൾ ഈ കാണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ L2 cache. ഏതാ നമ്മളിതിനകത്ത് L2 cache കാണിച്ചിട്ടുള്ളൂ. L1 and L2 lies within the CPU, whereas L3 comes between the CPU as well as the bus. അങ്ങനെയാണ് പറയാം. Okay, level 3 cache core തന്നെയാണ് within the processor itself, but comes in between. Okay, so basically 3 cache മാറി. ഇപ്പൊ നമ്മൾ cache എന്ന് പറഞ്ഞാൽ എന്താ? What is cache? Cache is nothing but SRAM, static RAM. Okay, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? Static RAMs memories are little bit expensive. Okay, now coming to the next topic. This is very important. Okay, നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടില്ല, പക്ഷേ ഇത് പരീക്ഷയ്ക്ക് വരും. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. Explain need of cache memory and its classification. Basically ഈ ഡയഗ്രാം വരച്ചിട്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോ. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലുള്ള സാധനം വരച്ചിട്ട് പെട്ടെന്ന് മറന്നുപോകില്ല. മറന്നുകൊണ്ട കാര്യമില്ല. ഇതിനകത്തുള്ള കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇത്രയും ഭാഗം ഇത് ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ഓക്കെ. ദെൻ അപ്പൊ അത് കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ പേപ്പറിനുള്ളത്. ഓക്കെ, നൗ സോ ദിസ് ഈസ് നമ്മൾ കവർ ചെയ്യാത്തൊരു ഭാഗമാണ്, ബട്ട് വെരി ഇമ്പോർട്ടന്റ്. ഞാനത് കുറച്ച് ഇടയ്ക്ക് കുറച്ച് ചുവന്ന മഷിയിലൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ടെന്ന് അർത്ഥം എന്ന് വെച്ചാൽ ബാക്കി എല്ലാം കാണാൻ പഠിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അടുത്തത് ഡിസ്ക്രൈബ് ചിപ്സെറ്റ് സപ്പോർട്ട് CMOS bias. Another interesting topic. Okay, നിങ്ങൾ bias എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? CMOS എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? CMOS സെറ്റിംഗ്, bias എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ആൾക്കാർ ഇതിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മാറി ഈ CMOSും ബയസും ഒക്കെ ഒന്നാണെന്ന് കരുതിയിട്ടുണ്ട്. എന്താ ബയസ്? ബയസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ സ്മോൾ പീസ് ഓഫ് പ്രോഗ്രാം ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി മദർ ബോർഡ് ഇൻസൈഡ് എ റോം. അത് പടമൊക്കെ കാണിച്ചതാ. അമേരിക്കൻ മെഗാട്രൺസിന്റെ ഒക്കെ പടം കാണിച്ചതാണ്. ഓക്കെ, ഡിഫറെന്റ് കമ്പനീസ് ആർ സപ്ലൈയിങ് ബയസ് പ്രോഗ്രാംസ്. അതുകൊണ്ട് ഡിഫറെന്റ് കമ്പനീസ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ സിസ്റ്റം അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡെൽ എന്നൊക്കെ എഴുതി കാണിക്കില്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ ലെനോവോ എന്നൊക്കെ എഴുതി കാണിക്കും. ഇതെല്ലാം കമ്മിങ് ഫ്രം ദി ബയസ്. ഓക്കെ, കസ്റ്റമൈസ് ചെയ്ത് വെക്കും ബയസ്. ഓക്കെ, ബയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് എ റോം ചിപ്പ്. CMOS പറഞ്ഞാലോ, നിങ്ങൾ ബയസിൽ കുറച്ച് സെറ്റിങ്സ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സെറ്റിങ്സ് എവിടാ ചെയ്യുന്നേ? അത് ബയസിൽ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ബയസിൽ റൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, റീഡ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ CMOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാം ഏരിയ ആണ്. ആ റാം ഏരിയ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ പോകാതിരിക്കാൻ?
ആ ഒരു ചെറിയ ബാറ്ററി ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ആ ബാറ്ററി ഇട്ട് വെച്ചിരിക്കുന്ന ആ ചിപ്പാണ് സിമോസ്. ആ സിമോസ്, ഈ ബാറ്ററി ഡൗൺ ആകുമ്പോഴത്തേക്ക് സിമോസ് കറക്റ്റ് ആയി എന്ന് പറയും. സിമോസ് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ഡേറ്റ് തെറ്റിപ്പോവും, ടൈം തെറ്റിപ്പോവും. അത് RTC ആണ്, അത് വിട്ടുകള. അത് കൂടാതെ തന്നെ സിസ്റ്റത്തിന്റെ പല പാരാമീറ്റേഴ്സ്, ആ ഡിസ്ക് എന്തായിരുന്നു, എന്തൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു, അങ്ങനത്തെ പല ഡിഫോൾട്ടുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. സോ ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when bias is a program that is stored in hardware, sorry, in ROM. CMOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി മോസ്ഫെറ്റ്. CMOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a chip, nothing but a RAM. ഈ CMOS വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിന്റെ CMOS ബാറ്ററി ഡൗൺ ആവും. ഞാനിപ്പോൾ എന്റെ കമ്പ്യൂട്ടറിലേക്ക് ഇപ്പം മാറ്റിയതേ ഉള്ളൂ, 2 ദിവസം ആയതേ ഉള്ളൂ. CMOS ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ഓൺ ആവാതെ വരും. അപ്പൊ സിസ്റ്റം തന്നെ ഓൺ ആവാതെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ട്രബിൾ ഷൂട്ടിങ്ങിൽ പതുക്കെ CMOS ബാറ്ററി പുറത്തെടുക്കുക, മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3 വോൾട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, 3 വോൾട്ട് ഇല്ലെങ്കിൽ അത് മാറ്റിയേക്കാം. അപ്പൊ കമ്പ്യൂട്ടർ ഓൺ ആവുന്നില്ല, കമ്പ്യൂട്ടർ ഇസ് ടോട്ടലി ഡെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യും? ഈ ബാറ്ററി ഓക്കെ ആണോ നോക്കണം. അപ്പൊ ഞാനിവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. വൺ ഈസ് CMOS ആസ് വെൽ ആസ് ബയസ്. അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. CMOS എന്താണ്, ബയസ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബയസ് വേറെ ചോദിക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ചിപ്സെറ്റ്? ചിപ്സെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ചിപ്സെറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് ചിപ്സ് നേരത്തെ പറഞ്ഞത് എന്തൊക്കെയാ? നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ് ഒക്കെ വരുന്നില്ലേ? നോക്കിയേ, ഗിഗാബൈറ്റിന്റെ ബോർഡാ. ഇതാണ് നോർത്ത് ബ്രിഡ്ജ്, കണ്ടില്ലേ? ഗിഗാബൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് പ്രോസസ്സറിന്റെ അടുത്ത് വളരെ അടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ദിസ് ഈസ് നോർത്ത് ബ്രിഡ്ജ്. ഇത് എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? കണ്ടില്ലേ? ഇത് കൺട്രോൾ ചെയ്യുന്ന AGP കൺട്രോൾ ചെയ്യും. അതുകൂടാതെ തന്നെ മെമ്മറി സ്ലോട്ടുകളുടെ അടുത്തിരിക്കുന്നുണ്ടല്ലോ, ഇതാണ് സൗത്ത് ബ്രിഡ്ജ്. സൗത്ത് ബ്രിഡ്ജ് ഹീറ്റ് സിങ്കിൽ മൗണ്ട്, ചിലതിന് ഹീറ്റ് സിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇതെന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇറ്റ്സ് കൺട്രോൾ PCI. Then you have got IDE, SATA ആണ്. SATA, all other USB, everything is controlled using South Bridge. ഇതെല്ലാം കൂടി ചേരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ചിപ്സെറ്റ്. ചിപ്സെറ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ചിപ്സെറ്റ്സ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഇന്റർനെറ്റിൽ നോക്കിക്കോളുക കേട്ടോ. ബേസിക്കലി ഡിസ്ക്രൈബ് CMOS. നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ്, പെരിഫറൽ ഐസീസ് വേറെ ഒരുപാട് പെരിഫറൽ ഐസീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ലാബൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ്. ഏതൊക്കെയാ? ഇപ്പൊ ഈതർനെറ്റ് കൺട്രോളർ ഉണ്ട്, NIC കൺട്രോളർ ഉണ്ട്, ഓഡിയോ കൺട്രോളർ ഉണ്ട്, സൂപ്പർ IO ഉണ്ട്. അത് കൂടാതെ തന്നെ വൈഫൈയുടെ കൺട്രോളർ ഉണ്ട്, ബ്ലൂടൂത്തിന്റെ കൺട്രോളർ ഉണ്ട് ചില സാധനത്തില്, കൂടാതെ RTC ഉണ്ട്. ഇതുപോലെ ഒരുപാട് ചിപ്പുകൾ ചേരുന്നതാണ്. ഇതൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും പറ്റും കേട്ടോ. സ്പെസിഫിക്കലി എന്താ സാധനം വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്കൊരു ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുക ഈസി ആയിട്ട്. ഡീസോൾഡറിംഗ് സ്റ്റേഷൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റിപ്പയർ ദി മദർ ബോർഡ് ആസ്. നല്ല സ്കോപ്പുള്ള വർക്കാണ്. ഓക്കെ, എനിവേ ഞാൻ ഇപ്പം ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ചിപ്സ് ദിസ് ഓൾറെഡി കവേർഡ് എക്സെപ്റ്റ് ഫോർ ബയസ് ആൻഡ് CMOS. ബയസ് പറഞ്ഞാൽ ബൈനറി ഇൻപുട്ട് ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. CMOS പറഞ്ഞു കഴിഞ്ഞാൽ വേർ ഇൻ വിച്ച് യു വാട്ട് എവർ വൈറ്റൽ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ RAM ഏരിയ. ആ RAM ഈ RAM ഒക്കെ വ്യത്യാസമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ RAM ഒന്നും അല്ല ഈ RAM. നേരത്തെ പറഞ്ഞ RAM ഒക്കെ വേറെ, പവർ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ CMOS ഒക്കെ ഇരിക്കുന്ന ചെറിയ 3 വോൾട്ട് ബട്ടൺ സെല്ലിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം പോസ്റ്റ്. എന്ത് പോസ്റ്റ്? ഇപ്പൊ നിങ്ങളൊക്കെ പറയല്ലേ, എന്താ പറയും? നീ എന്താ അവിടെ പോസ്റ്റ് ആയി എന്നൊക്കെ പറയല്ലേ? ആ പോസ്റ്റ് അല്ല ഇത് കേട്ടോ. ഇതെന്ത് പോസ്റ്റാ പിന്നെ? ഈ പോസ്റ്റിനെ നമ്മൾ പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാ പറയാ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് വെച്ചാൽ എന്താ? ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു സെൽഫ് ടെസ്റ്റ് നടത്തി നോക്കും അല്ലെ? കൈയൊക്കെ ഒന്ന് കുലുക്കി, തലയൊക്കെ നാട്ടി, കാലൊക്കെ ഒന്ന് നിർത്തി നോക്കൂല, എല്ലാം ഓക്കെ ആണോ ചെക്ക് ചെയ്യും അല്ലെ? അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ തലവേദന. അപ്പൊ മനസ്സിലായി തലയ്ക്ക് എന്ത്? പവർ ഓൺ ടെസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ചെറിയ തലവേദന. അപ്പൊ ഉടനെ എന്ത് തീരുമാനിച്ചു? ഇന്ന് കോളേജിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിൽ ഇന്നൊരു ചെറിയ മൂക്കുവേദന, അല്ലെങ്കിൽ ഒരു ജലദോഷം, അല്ലെങ്കിൽ ഇന്ന് പുതിയൊരു സിനിമ റിലീസ് ചെയ്തു. അതൊന്നും പവർ ഓൺ സെൽഫ് ടെസ്റ്റ് സാധാരണ ചെയ്യാറില്ല. അപ്പൊ നമ്മൾ പറയും സുഖമില്ല എന്ന് പറയും അല്ലേ? അതുപോലെ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴത്തേക്ക്, സിസ്റ്റം അല്ല എല്ലാ സാധനത്തിനും ഉണ്ട് സെൽഫ് ടെസ്റ്റ് കേട്ടോ. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഈസ് നോട്ട് ഫോർ കമ്പ്യൂട്ടർ അലോൺ. സെൽഫ് ടെസ്റ്റ് പ്രോസസർ ഈവൻ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പോലും പല എക്യുപ്മെന്റുകളിലും പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ചെക്ക് ചെയ്യണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് E4 എന്ന് പറയാ, അല്ലെ E1 എന്ന് പറയാ. അതിനർത്ഥം എന്താ? എന്താണ് E1 എന്ന് നെറ്റിൽ കയറി നോക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡാറ്റാ ഷീറ്റ് എടുത്ത് നോക്കണം. അപ്പൊ E1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണം, ഓക്കെ ഇന്ന സാധനം ഓൺ ആവുന്നില്ല, അപ്പൊ അത് റീപ്ലേസ് ചെയ്യണം. അതുപോലെ കമ്പ്യൂട്ടർ നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ സെൽഫ് ടെസ്റ്റുകൾ ചെയ്യും. എന്തൊക്കെയാ ചെക്ക് ചെയ്യുക? ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ നമ്മുടെ കോളേജിലെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബീപ് 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കും. അതിനർത്ഥം എന്താ? കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ
ബേസിക്കലി ബീപ് 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 എന്നടിക്കുക. ബീപ് ബീപ്പ് എന്ന് എങ്ങനെ അടിക്കാൻ പറ്റും? ബീപ്പ് തന്നെ പല രീതിയിൽ അടിക്കാം. ചിലപ്പോൾ അങ്ങനെ അടിക്കും, ബീപ് 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 എന്നടിക്കും. ചിലപ്പോഴോ ബീപ് 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 എന്നടിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് കയറി നോക്കിയിട്ട് എപ്പോഴാണ് ഈ ബീപ് ബീപ് അടിക്കുന്നത്? ഡിസ്പ്ലേ തന്നെ വർക്ക് ചെയ്തില്ലെന്ന് കരുത്. ഇപ്പൊ ഡിസ്പ്ലേ വർക്ക് ചെയ്താലല്ലേ ഡിസ്പ്ലേയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ മെമ്മറി കേടാണെന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമാണെങ്കിലോ ഒക്കെ എഴുതി കാണിക്കണമെങ്കിൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യണ്ടേ. അപ്പൊ പവർ ഓൺ ടെസ്റ്റ് പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും. ചിലപ്പോൾ അതിനകത്ത് തന്നെ എഴുതി കാണിക്കും യുവർ ഹാർഡ് ഡിസ്ക് ഈസ് നോട്ട് ഓക്കെ, യു ഹാവ് നോട്ട് കണക്റ്റഡ് യുവർ കീബോർഡ്, അല്ലെങ്കിൽ യുവർ CMOS സെറ്റിംഗ്സ് ആർ കറപ്റ്റഡ്, അതൊക്കെ എഴുതി കാണിക്കും. അല്ലെങ്കിൽ യുവർ ഡേറ്റ ഈസ് നോട്ട് ഓക്കെ, യു ലോഡ് ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഒക്കെ എഴുതി കാണിക്കും. അത് മോണിറ്റർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബീപ് ബീപ്പ് മാത്രം അടിക്കും. അതിനർത്ഥം എന്താ? അത് ഡിസ്പ്ലേ വരുന്നില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിനൊക്കെ വേറൊരു സാധനം കൂടെ ചെയ്യാറുണ്ട്. എങ്ങനെ മെമ്മറി ചെക്ക് ചെയ്യുന്നേ? മെമ്മറി ചെക്ക് ചെയ്ത് ഞാൻ പണ്ട് പറഞ്ഞാണ്, മെമ്മറിയിലുള്ള വാല്യൂസ് എല്ലാം കൂട്ടി നോക്കും, ക്ലിയർ ചെയ്തിട്ട് കൂട്ടി വെക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ കറക്റ്റ്. അപ്പൊ എല്ലാ FF ആണെങ്കിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ഇവിടെ റാം എങ്ങനെയാണ് വെച്ച് ഓക്കെ ആണെന്ന് ഐ തിങ്ക് അയ്യപ്പദാസിന് എന്തോ ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അയ്യപ്പദാസ്, ഓക്കെ, യു ക്യാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻ ആഫ്റ്റർ സം ടൈം. ഓക്കെ. Oh, why? Basil Kurian, why can't you hear? And then something wrong with your mobile, eh? Okay. എനിക്ക് പുള്ളി പറയണ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നിഖിൽ വേണുവിനും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് പുള്ളി പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. സർ കാൺട്ട് ഹിയർ യു. നിങ്ങൾ യു ചെക്ക് യുവർ മൊബൈൽ ഫോണാ? ചെക്ക് യുവർ മൊബൈൽ ഫോൺ. ഓക്കെ. എനിവേ, one minute. നമ്മൾ വിൽ സ്റ്റോപ്പ് വിത്ത് പോസ്റ്റ് ഫോർ ദി ടൈം ബീയിങ്. നമ്മൾ ബാക്കി കാര്യങ്ങൾ വിൽ മേ ബി meet sometimes tomorrow or day after tomorrow. Okay. So power on self test എന്ന് പറയുമ്പോഴത്തേക്ക് it will any system will, any system, not computer specific, നമ്മളിവിടെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലാണ് പറയുന്നുണ്ടെങ്കിൽ any system will do certain tests when the system is switched on. അതിനാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. വാട്ട് ഈസ് പോസ്റ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് 2 കിട്ടും. എന്തൊക്കെ ചെക്ക് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയാണ്. ചിലപ്പോൾ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ചില സിസ്റ്റത്തിൽ. LED ബ്ലിങ്ക് ചെയ്യുമ്പോൾ അത് നമ്മളത് ഡീകോഡ് ചെയ്യണം. അപ്പം ഇപ്പൊ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡീകോഡ് ചെയ്യും? ഡാറ്റ ഷീറ്റ് എടുത്ത് നോക്കുക. ഡാറ്റ ഷീറ്റ് എടുത്ത് ആ എറർ ഡീകോഡ് ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ഓക്കെ. നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി കുറച്ച് ഭാഗങ്ങളും ബാക്കിയുള്ളൂ. നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചങ്ങ് വിട്ട് തീർക്കാം. ഓക്കെ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഞാൻ പിന്നെ നിങ്ങളുടെ IO കാർഡുകളെ കുറിച്ച് പറഞ്ഞു. ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞതാണ്. ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കണം. ഇതൊന്നും ഇങ്ങനെ കാണാൻ പഠിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതിനകത്ത് മെമ്മറി ഒക്കെ ഉണ്ട്. ഓരോ കണക്ഷൻസിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞാണ്. സൗണ്ട് കാർഡിനെ കുറിച്ച് പറഞ്ഞു. സൗണ്ട് കാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ADC, DSC, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ്, ഇതിനെക്കുറിച്ചെല്ലാം ഓൾറെഡി പറഞ്ഞു. സ്പീക്കർ ഔട്ട് ഓഡിയോനെ കുറിച്ചെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഒക്കെ നിങ്ങൾ മറന്നുപോയെന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ തന്നെ വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ദെൻ കമ്മിങ് ടു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ യു ഹാവ് ഗോട്ട് ഡയറക്റ്റ് DMA, PCI ബസ് ഉണ്ടെന്ന് പറഞ്ഞു, മീഡിയ ആക്സസ് ലിങ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഇന്റേണൽ മോഡത്തിനെ കുറിച്ച് പറഞ്ഞു. ഇന്റേണൽ മോഡം ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് സാധനങ്ങളാണെന്ന് ഇപ്പോഴൊന്നും ഇല്ല മാർക്കറ്റിൽ. ഇന്റേണൽ മോഡം ഞാൻ നേരത്തെ പറഞ്ഞു. നേരത്തെ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡയലപ്പ് മോഡം വഴിയായിരുന്നു. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ. പിന്നെ റാം, റോം, EEPROM കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, എറേസബിൾ EEPROM, സ്ക്വയർ പ്രോമിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും നോട്ട്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഫ്ലാഷ് മെമ്മറി ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ദ ഫൈനൽ ടോപ്പിക്, ഫേംവെയർ. എന്താ ഫേംവെയർ? വാട്ട് ഈസ് ഫേംവെയർ? നേരത്തെ പറഞ്ഞില്ലേ, ബയസിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമില്ലേ, അതിനാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയുന്നത്. ഈ ഫേംവെയർ എന്നുള്ള ടോപ്പിക് ഞാൻ ആദ്യമായിട്ട് പറയല്ല. ഒരുപക്ഷെ നമ്മളുടെ AVRന്റെ മൈക്രോ കൺട്രോളറോ 805 മൈക്രോ കൺട്രോളറൊക്കെ കിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഫേംവെയർ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ? ഫേംവെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി റോം ഏരിയ. കമ്പ്യൂട്ടറിലാണെങ്കിൽ എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ബയസിലാകാം. ബയസ് മാത്രമല്ല ഫ്ലാഷ് ഫേംവെയർ ഉള്ളത് കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു ഡിസ്പ്ലേ കാർഡ് ആണെങ്കിൽ അതിനകത്തുണ്ട് ഫേംവെയർ. അതല്ല ഒരു
NIC കാർഡാണെങ്കിൽ അതിനകത്ത് ഫേംവെയർ ഉണ്ട് കാർഡിൽ. എല്ലാത്തിലും ഉണ്ട് ഫേംവെയർ. സോ ഫേംവെയർ നിങ്ങളുടെ മൊബൈലിലുണ്ട് ഫേംവെയർ. ഫേംവെയർ ക്യാൻ ബി സംടൈംസ് അപ്ഡേറ്റഡ്. യു ക്യാൻ ഡു ഇറ്റ് മാനുവലി. Sometimes firmware updation will happen automatically. So firmware എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാറുണ്ടായി? Firmware is a piece of software that is stored in ROM specific to the device or specific to the hardware. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ 4ാമത്തെ യൂണിറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി എല്ലാം കവർ ചെയ്തതാണ്. എന്നിരുന്നാലും ഒരു റിവ്യൂ എന്നുള്ള രീതിയിലും നമ്മൾ ഇതിനകത്ത് പുതിയതായിട്ട് 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതാ? പോസ്റ്റിനെ കുറിച്ച് പുതിയതായിട്ട് പറഞ്ഞു, അതേപോലെ ബയസ് ആൻഡ് CMOSനെ കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ? ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3 ക്യാഷ് മെമ്മറി. അപ്പോ ഈ യൂണിറ്റിനെ മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ? നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയുന്നതിൽ തന്നെ നിങ്ങൾക്ക് യു ക്യാൻ ബി സെലക്റ്റീവ്. ഓക്കെ, ബട്ട് സർട്ടൺ ക്വസ്റ്റ്യൻസ് യു ക്യാനോട്ട് സ്കിപ്പ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാണ് വാട്ട് ഈസ് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഷുവർ യു ഹാവ് ടു സ്റ്റഡി. അതിന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോ പ്രോസസർ അല്ലെ ATX മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. യു കനോട്ട് സ്കിപ്പ് ഇറ്റ്. കാരണം അത് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളല്ല. അത് ഷുവറായിട്ട് ചോദിക്കും. പക്ഷെ ഞാൻ പറയാണ് എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ആയിരിക്കും വളവളാന്ന് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്, അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാ? ഇപ്പൊ ഞാൻ സിലബസ് എടുത്ത് വെക്കുകയാണെങ്കിൽ, ഞാൻ അവസാനം ഒന്നും കൂടെ അയക്കാം. സിലബസ് എടുത്ത് വെക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോം ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടന്റ്, 2 മാർക്സ്. ടൈപ്പ് ഓഫ് ഫോം ഫാക്ടർ ചിലപ്പോൾ ചോദിക്കാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മദർ ബോർഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. 2.3 1.3 യു ക്യാൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ചോയ്സിൽ വിടാന്ന് കരുതാം. ROM, different type of RAM is very important. Memory refreshing, it's a sure 2 mark question. Sim dim rim, and it's all part of memory, you have to study. അതേപോലെ chipset, bias, all these things 2 mark questions. Post, very important, very important, can come in. പിന്നെ IO graphics card ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വരച്ചു വെച്ചാൽ മതി. കമ്പാരിസൺ, ഐഡന്റിഫൈ ഫാംവെയർ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ മൊഡ്യൂൾ 2 ഈസ് ഓൾമോസ്റ്റ് കവേർഡ്. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ സെൻഡ് യു, ഐ വിൽ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കാം. അത് തന്നെയാണ് അറ്റൻഡൻസ്. അറ്റൻഡൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്. നൗ ഐ ഗിവ് യു എ ക്വസ്റ്റ്യൻ, അസൈൻമെന്റ് ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ നോട്ട്സ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സിലുള്ള സാധനം ഒന്നും വളവള ചുമ്മാ എഴുതി തരേണ്ട കാര്യമില്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല, പരീക്ഷയ്ക്ക് പോലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഈ നോട്ട്സിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങളെല്ലാം അതേപോലെ എഴുതി വെക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലേ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല, ഇനിയിട്ട് പറയത്തുമില്ല. അപ്പോ അതൊക്കെ only indicators. Block diagrams are very important. Blocks, even block you can draw your own block diagram except for motherboard and all. Motherboard you have to draw the same block diagram, after simple block diagram. But maybe for expansion, IO boards and all, you can draw your own block diagram. It definitely should have some of those components. അല്ലാതെ ഇത് മറന്നുപോയി, എനിക്ക് തോന്നുന്നു ആരാന്ന് ചോദിച്ചത്, ആസിഫ് ചോദിച്ച പോലെ സാർ ഇന്ന സാധനം വിട്ടുപോയി കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരു ബ്ലോക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിർത്തി ചുമ്മാ ബ്ലോക്ക് വെട്ടി വരച്ച് എഴുതാതിരിക്കണ്ട, ആ ബ്ലോക്ക് തന്നെ ഒഴിവാക്കിയാൽ മതി കേട്ടോ. കുറച്ച് സെൻസിബിൾ ആയിട്ട് വരച്ച് അവസാനിക്കും. കാരണം ഇതെല്ലാം ഇറ്റ്സ് ഓൾ ടേക്കൺ ഫ്രം ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ തന്നെ ഇത് തന്നെ പല സ്ഥലത്ത് പല രീതിയിൽ വരച്ചിട്ടുണ്ട്. But all figures hold the same meaning only. Okay, now assignment questions I will share it through WhatsApp. Even notes are already shared in WhatsApp. Important questions also will be sent through WhatsApp. Any questions you can ask right now. Anyway, എനിക്ക് തോന്നുന്നു Zoom ഒരു നല്ല ടൂൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ബേസിക്കലി ഓൺലൈൻ ക്ലാസ്സസിന് മാത്രമല്ല, യു ക്യാൻ ഡു ഇറ്റ് ഫോർ എനി അതർ പർപ്പസ് ഓൾസോ. മേ ബി നിങ്ങൾ തമ്മിൽ സംസാരിക്കാനോ, ആഫ്റ്റർ യു ലിവിങ് ദി കോളേജ് ആൻഡ് നിങ്ങൾ തമ്മിൽ കാണും അല്ലേ. മേ ബി ആഫ്റ്റർവേർഡ്സ് ഒരു 2 മാസം 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് യു ഓൾ വിൽ ബി അറ്റ് ഡിഫറെന്റ് പ്ലേസ്. ദെൻ യു ക്യാൻ ഹാവ് എ കോൺഫറൻസ് ത്രൂ Zoom. ഓക്കെ, ഡിഫറെന്റ് അതർ ആപ്ലിക്കേഷൻ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? നൗ യു ക്യാൻ either ask questions or you can simply type it on. Any questions? Questions ചോദിക്കുന്നതിന് മുമ്പ് you have to unmute. Okay, unmute.
unmute. Even you want to personally show your face, you know, you can tick on that camera also. I can see Ashwin right now. Sharath, I can see Sharath right now. Sharath Krishna also. Hi, Sharath. Hi. Sharath, any question? എങ്ങനെയുണ്ട് ശരത്ത് വീട്ടില്? ഇവിടെ കുഴപ്പമൊന്നുമില്ല സാറേ. പുറത്തൊക്കെ വല്ല ഇറങ്ങുന്നത് പോലീസിന് തല്ലുവെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഏയ് തല്ലൊന്നും കിട്ടിയിട്ടില്ല. ആവശ്യമുള്ള കാര്യത്തിന് മാത്രം പുറത്തിറങ്ങുള്ളൂ. ഇപ്പൊ എങ്ങനെയാ സമയം കളയുന്നത്? എങ്ങനെയാ സമയം ഇപ്പൊ കൊറേ ഗെയിംസ് ഒക്കെ ഇട്ട് കളിക്കും, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. എന്തായാലും പാസ്സാകാനുള്ള എല്ലാരും. ആരാ? ഹലോ, ബേസിലാ. ബേസിലെ പറ. ബേസിലാണത്. ബേസിലെ പറ. നീ പള്ളിയിൽ പോയില്ലേ ബേസിലെ? നിനക്ക് രാവിലെ പള്ളി പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലേ? പള്ളിയൊന്നും പോയില്ല സാറേ. പള്ളിയിൽ പോയി അടി കിട്ടും കേട്ടോ, ഉള്ള കാര്യം തന്നെ പറഞ്ഞേക്കാം. വല്ല അടിവെല്ലാം കിട്ടിയാ? തല്ലുവെല്ലാം കിട്ടിയാ? ഇതൊക്കെയാണ് ഒന്നും കിട്ടിയില്ല. ഇവിടെ ആരുമില്ല, ശരിക്കും ഉള്ളിലേക്ക് കയറിയില്ല, ആരും വന്നൊന്നുമില്ല. ഇല്ല, നേരം തെറ്റിദ്ധരിച്ച് നടക്കണ്ട കേട്ടോ. ഇല്ല, പുറമേക്കൊന്നും മാറില്ല. നീ പിന്നെ ഇന്റർവ്യൂ മറ്റേ വല്ലതും വന്നോ? നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും വന്നോ? ഞാൻ ഇൻഫോ പാർക്ക് അവരുടെ കമ്പനിയിൽ ഒരു ദിവസം പോയായിരുന്നു. വിളിച്ചായിരുന്നു അവര്. കുഴപ്പമില്ല. എന്തായാലും അവിടെ പോയായിരുന്നു. ഇപ്പൊ അവര് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ. അല്ല, ഇപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട് കേട്ടോ, പ്ലീസ്. കാര്യം ഇപ്പം നമ്മളിപ്പോ ഒരു വലിയ പ്രതിസന്ധി കൂടെ പോകുന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനീ പറയുന്ന CHN ഒന്നും വലുതായിട്ട് ഈ പ്രതിസന്ധിയിലൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. സമയം കിട്ടുമ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് കോഴ്സുകൾ കോഴ്സ് അറിയാലോ, അല്ലെങ്കിൽ ഇപ്പൊ അക്കാഡമി, എന്താണ് ഉടമി എന്നൊക്കെ പറഞ്ഞുള്ള സൈറ്റുകളുണ്ട്. ഈവൻ ഗവൺമെന്റിന്റെ സൈറ്റുകളൊക്കെ തന്നെ ഉണ്ട്. കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എഴുതി ബയോഡേറ്റയിൽ ചേർക്കാൻ പറ്റുമെങ്കിൽ ഈവൻ ആൻഡ്രോയിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വീട്ടിൽ നിന്നാലും പൈസ ഉണ്ടാക്കാം. വേറെ എന്താ സംശയം? എനി ക്വസ്റ്റ്യൻ? അശ്വിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ, ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാല് റെഫർ ചെയ്ത് തരൂലേ? വാട്സാപ്പിൽ ചോദിച്ചാൽ മതി. ഞാൻ ഈ നോട്ട് ഞാൻ കാണാതെ പഠിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ആരും അങ്ങനൊന്നും തെറ്റിദ്ധരിക്കും. ഞാൻ എഴുതണ്ടെന്ന് തന്നെ കരുതിയതാ. പിന്നെ എന്തായാലും ചെയ്യുമ്പോൾ പിന്നെ ഫ്യൂച്ചറിലേക്കും ചെയ്യാമെന്ന് കരുതി അങ്ങ് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ലാബിന്റെ കാര്യങ്ങളും പ്രോജക്റ്റിന്റെ കാര്യങ്ങളും വി വിൽ ഹാവ് ഇൻഡിവിജ്വൽ മീറ്റിംഗ്സ്. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മീറ്റിംഗ്സ് നമുക്ക് ലാബിന്റെ പ്രോജക്റ്റിന്റെ നടത്താം. പ്രോജക്റ്റിന്റെ റിപ്പോർട്ടുകളൊക്കെ എന്തായാലും റെഡി ആക്കിക്കോ. ഇനി ഫോർ ക്വസ്റ്റ്യൻ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? നോ സർ. ഓക്കെ, അങ്ങനെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ സാർ. ഞാൻ ഒരു 1 മിനിറ്റ്. ഇവനുണ്ടോ നമ്മുടെ അഭിജിത്തിനെ കുറിച്ച് ചോദിച്ചായിരുന്നല്ലോ, സൂമിനെ കുറിച്ച്. അഭിജിത്ത് PM അവനെ കാണുന്നില്ലല്ലേ? വന്നില്ലേ? PM വന്നിട്ടില്ല. അവനെന്തോ സംശയം കണ്ടിട്ടില്ല, പാർട്ടിസിപ്പൻസിലില്ലാന്നോ? എന്നാ ശരി, ഓക്കെ, ബെസ്റ്റ് ലക്ക് കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.